ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ സെഷൻ. സോ അപ്പോൾ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഫ്രം ടുഡേ ഓൺവേർഡ്സ് നമ്മൾ തുടങ്ങി വെക്കാൻ പോകുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ റിവിഷൻ ഓഫ് അവർ പേപ്പർ ഡബിൾ ഐ. ആൻഡ് ആസ് പാർട്ട് ഓഫ് ദിസ് സെഷൻ നമ്മുടെ എല്ലാ കോർ ഏരിയാസും നമ്മൾ റിവൈസ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ എക്സാമിനേഴ്സ് കമൻറ്റും ഡിസ്കഷനും ആൻഡ് ഫൈനലി നമ്മൾ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പോവുക. സോ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദ പേപ്പർ ഡബിൾ ഐ, നമുക്കറിയാം ഡബിൾ ഐക്ക് അത് കുറെ ഏരിയാസ് ഉണ്ട്. നമുക്ക് എന്താണെങ്കിലും എക്സാമിന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന കോർ ഏരിയാസ്. സോ നമ്മുടെ ഡബിൾ എയുടെ കോർ ഏരിയ ഓഫ് സിലബസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു വരുന്നത്? നമ്പർ 1, ഡെഫിനറ്റ്ലി വി ഹവ് ഗോട്ട് ദ ഏരിയ കോൾഡ് ഓഡിറ്റ് റിസ്ക്. ഫോളോഡ് ബൈ ദാറ്റ് ഏതൊക്കെയാണ് നമ്മളെ ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറയാം? യെസ്, ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്ന ഏരിയ നമുക്ക് ഉണ്ടാവും. പിന്നെ വേറെ ഏതാ വരുന്നത്? Yes, we have got substantive procedure. Okay, substantive procedures ഉണ്ടാവും. പിന്നെ other than that, so these are the main core areas. പിന്നെ ഇതിന് പുറമെ എന്തുണ്ട്? റിപ്പോർട്ടിംഗ് ഉണ്ട്. ഓക്കെ, റിപ്പോർട്ടിംഗ് ഉണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഗവേർണൻസ് ഉണ്ട്. അതിന് പുറമെ എന്ത് വരാറുണ്ട്? നമുക്ക് എത്തിക്സ് വരാറുണ്ട് അല്ലേ? സോ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും കോറായിട്ട് നമ്മളോട് നോർമലി എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയാസ് എന്ന് പറയാം. ഇതിന് പുറമെ നമ്മൾ വേറെ കുറെ തിയറിറ്റിക്കൽ ഏരിയാസ് ഡിസ്കസ് ചെയ്തിരുന്നു. അഷുറൻസ് എൻഗേജ്മെന്റ്സിന്റെ ഏരിയാസ് ഉണ്ട്. അതേപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഓഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് തിയറീസ് ഉണ്ടാവും. സോ നമ്മുടെ ഏറ്റവും പ്രൈമറി ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് ഓഡിറ്റ് റിസ്ക്കും ഇന്റേണൽ കൺട്രോൾസും സബ്സ്റ്റാൻറ്റീവ്സും റിപ്പോർട്ടിങ്ങും കോർപ്പറേറ്റ് ഗവേണൻസും എത്തിക്സും ആണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് മൊത്തം 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വരുന്നത്. സോ കൺസ്ട്രക്റ്റീവ് റെസ്പോൺസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ 3 കാറ്റഗറി കവർ ആവുന്നതാണ് ഓഡിറ്റ് റിസ്ക്കും ഇന്റേണൽ കൺട്രോൾസും സബ്സ്റ്റാൻറ്റീവ്സും റിപ്പോർട്ടിങ്ങും. ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് പറയാം, ഓഡിറ്റ് റിസ്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒന്നെങ്കിൽ ഒരു 30 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ മാത്രം ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന ഇന്റേണൽ കൺട്രോളിന്റെ ഏരിയ എന്നായിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും ഇന്റേണൽ കൺട്രോളിൽ നിന്നായിരിക്കും. ഇന്റേണൽ കൺട്രോളിന്റെ കൂട്ടത്തിൽ വരാൻ ചാൻസ് ഉള്ള സാധനമാണ് കോർപ്പറേറ്റ് ഗവേണൻസ് പറയുന്നത്. ആൻഡ് ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻ ഫോർ ഷുവർ വിൽ ബി ഫ്രം ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ്സ് ആൻഡ് റിപ്പോർട്ടിംഗ്. അതിൻ്റെ അത് 5 മാർക്കിന് റിപ്പോർട്ടിംഗ് മാറും. ബാക്കി 15 മാർക്സിന് സബ്സ്റ്റാൻറ്റീവ്സ് ആയിരിക്കും ചോദിക്കുക. ആൻഡ് ഈ 15 മാർക്സിന് സബ്സ്റ്റാൻറ്റീവ്സ് ചോദിക്കുന്നതിന് പുറമെ വീണ്ടും സബ്സ്റ്റാൻറ്റീവ്സ് ഇന്റേണൽ കൺട്രോളിന്റെ ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിലോ ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിലോ വരാനും ചാൻസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ 6 ഏരിയാസിൻ്റെ അകത്ത് നിന്ന് കോർപ്പറേറ്റ് ഗവേണൻസും എത്തിക്സും മാത്രമാണ് റെയർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതർ ദാൻ ദാറ്റ് ഓഡിറ്റ് റിസ്ക്കും ഇന്റേണൽ കൺട്രോൾസും സബ്സ്റ്റാൻറ്റീവ്സും റിപ്പോർട്ടിങ്ങും ഫോർ ഷുവർ എന്താണെങ്കിലും എക്സാമിന് നമ്മളോട് ചോദിക്കും. സോ അപ്പം നമ്മുടെ ഇന്നത്തെ കോർ ഏരിയ അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്. സോ ഓഡിറ്റ് റിസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഓഡിറ്റ് റിസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമിനേഴ്സ് കമന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ലേറ്റർ ഓൺ വി വിൽ പ്രാക്ടീസ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഓഡിറ്റ് റിസ്ക്. സോ ദിസ് വിൽ ബി ദ പ്ലാൻ ഫോർ ദ ഡേ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്. സോ ബേസിക്കലി എന്തായിരുന്നു മക്കളെ ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ഓഡിറ്റ് റിസ്ക്? എന്തായിരുന്നു ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ റിസ്ക് ഓഫ് ഗിവിംഗ് ആൻ ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ ഓൺ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ മെറ്റീരിയലി മിസ്സ്റ്റേറ്റഡ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൻ്റെ അകത്ത് മെറ്റീരിയൽ മിസ്റ്റേക്സ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ഒരു തെറ്റായ ഒപ്പീനിയൻ കൊടുക്കാനായിട്ടുള്ള ചാൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുക. അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് കുറേ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഓഡിറ്ററായി നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ കൊടുക്കുകയാണ്, മിസ്റ്റേക്കുകളൊന്നും ഇല്ല, FS മൊത്തത്തിൽ കറക്റ്റ് ആണെന്ന്. സോ ഇങ്ങനെ തെറ്റായ ഒരു ഒപ്പീനിയൻ കൊടുക്കാനായിട്ടുള്ള ചാൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുക. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സാമ്പിളിംഗ് റിസ്ക് ഉണ്ട്, നോൺ സാമ്പിളിംഗ് റിസ്ക് ഉണ്ട്. നമ്മൾ തെറ്റായ സാമ്പിൾസ് ചൂസ് ചെയ്ത കാരണം കൊണ്ട് മേ ബി തെറ്റായ ഒപ്പീനിയൻ കൊടുക്കാം, അല്ലെങ്കിൽ അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തെറ്റായ ഒപ്പീനിയൻ കൊടുക്കാം. ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി പഠിച്ചതാണ് ഓഡിറ്റ് റിസ്ക് മെയിൻലി ഉണ്ടാവുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ബേസിക്കലി ഓഡിറ്റ് റിസ്ക് ഉണ്ടാവാനായിട്ടുള്ള 3 കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ദർ ഈസ് സംതിങ് കോൾഡ് ഇൻഹെറന്റ് റിസ്ക്, പിന്നെ കൺട്രോൾ റിസ്ക് ഉണ്ടാവും, മൂന്നാമത് വരുന്നത് എന്തായിരുന്നു? ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. ഇങ്ങനെ 3 റിസ്ക് ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഹെറന്റ് റിസ്ക് ഉണ്ട്, കൺട്രോൾ റിസ്ക് ഉണ്ട്, ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ട്.
സോ ഔട്ട് ഓഫ് വിച്ച് ഇൻഹെറന്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു കമ്പനിയുടെ നേച്ചർ ഓഫ് ആക്ടിവിറ്റീസിന്റെ ബേസിസിലോ അക്കൗണ്ട്സിൻ്റെ അകത്തുള്ള ലിമിറ്റേഷൻസ് കാരണം കൊണ്ടോ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ജഡ്ജ്മെന്റ്സ് കാരണം കൊണ്ടോ ഒക്കെ തെറ്റായ ഒപ്പീനിയൻ കൊടുക്കാനുള്ള ചാൻസ് ആണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് പറഞ്ഞു. അതായത് നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയുടെ കൺട്രോൾസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പനിയിൽ ഓൾറെഡി മിസ്റ്റേക്കുകൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അസേർഷൻസിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവാനുള്ള ചാൻസിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുക? ഇൻഹെറന്റ് റിസ്ക് എന്ന് വിളിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നേച്ചർ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് ഒരുപാട് ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ മിസ്റ്റേക്കിനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഇൻവെന്ററി എന്ന് പറയുന്നത് ഗോൾഡ് ഒക്കെ പോലുള്ള ഇൻവെന്ററിയാണ്. അപ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ള ഇൻവെന്ററിയുടെ പ്രത്യേകത എന്താ? അതിൻ്റെയൊക്കെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അവിടെയും മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ ദി നേച്ചർ ഓഫ് ബിസിനസ് നമ്മുടെ എഫ്എസിന്റെ അസേർഷൻസ് മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള ചാൻസിനെയാണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് വിളിക്കുക. കൺട്രോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എല്ലാ കമ്പനീസും പ്രോപ്പർലി എന്ത് ചെയ്യണം? അവരുടെ ഇന്റേണൽ കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ നമ്മുടെ ഈ കമ്പനി പ്രോപ്പർ ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അങ്ങനെ പ്രോപ്പർ കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എഗെയിൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഉണ്ടാവാൻ പോകുന്ന മിസ്റ്റേക്കിനെ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോളിന് പ്രിവെന്റ് ചെയ്യാനോ ഡിറ്റക്ട് ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ പറ്റില്ല. അങ്ങനെ എഫ്എസിനകത്തുള്ള ഉണ്ടാകുന്ന മിസ്റ്റേക്കിനെ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോളിന് പ്രിവെന്റ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും പറ്റാത്തതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? കൺട്രോൾ റിസ്ക് എന്ന് വിളിക്കുന്നുണ്ടാവുക. ആൻഡ് ബേസിക്കലി ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ദിസ് ഈസ് ദ വൺ ആൻഡ് ഓൺലി റിസ്ക് ദാറ്റ് അറൈസസ് ഫ്രം ദ പാർട്ട് ഓഫ് ദി ഓഡിറ്റർ. ഓഡിറ്ററായി നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്കിനെയാണ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് വിളിക്കുക. നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ പെർഫോം ചെയ്തു, പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് വഴി എഫ്എസിൻ്റെ അകത്തുണ്ടായ ഒരു മിസ്റ്റേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഓഡിറ്ററായി നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് വഴി എഫ്എസിൻ്റെ അകത്തുള്ള മിസ്റ്റേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഡിറ്റക്ഷൻ റിസ്ക് എന്ന് വിളിക്കുക. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ എഫിഷ്യൻ്റ് അല്ലാത്ത ഒരു ഓഡിറ്റ് ടീമിനെ യൂസ് ചെയ്യാണ്, ഓട്ടോമാറ്റിക്കലി നമുക്കവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കമ്പനിക്ക് കുറേ ഇൻവെന്ററി വെയർ ഹൗസുകളുണ്ട്. എല്ലാ ഇൻവെന്ററി വെയർ ഹൗസിലും ഓഡിറ്ററായി നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആ പോവാത്ത സ്ഥലത്തുള്ള ഇൻവെന്ററിയുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചോ അതിൻ്റെ കണ്ടീഷനെ കുറിച്ചോ നമുക്ക് നോളജ് ഉണ്ടാവില്ല. അവിടെ ഉണ്ടാകുന്ന റിസ്ക് എന്തായിരിക്കും? ഡിറ്റക്ഷൻ റിസ്ക് ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന റിസ്കുകളെയാണ് നമ്മൾ ഡിറ്റക്ഷൻ റിസ്ക് എന്ന് വിളിക്കുന്നുണ്ടാവുക. അപ്പം ഈ ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും ഡിറ്റക്ഷൻ റിസ്ക്കും കൂടെ കമ്പൈൻ ആയി നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുക. സോ ഇതാണ് നമ്മൾ പഠിച്ച ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പം നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് തെറ്റായ ഒരു ഒപ്പീനിയൻ കൊടുക്കാനുള്ള ചാൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വി വിൽ കോൾ ഇറ്റ് ആസ് ഓഡിറ്റ് റിസ്ക്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഇസ് എ ക്ലിയർ എവരിവൺ? Yes, sir. ഓക്കെ. ഇനി നമ്മൾ പഠിച്ചിരുന്നു ഓഡിറ്റ് റിസ്കിന്റെ ആൻസേഴ്സ് എക്സാമിനർ നമ്മുടെ അടുത്ത് ചോദിക്കും. അവിടെ ചോദിക്കുന്ന സമയത്ത് എക്സാമിനർ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളായിരിക്കും: ഓഡിറ്റ് റിസ്ക്കും അതേപോലെ തന്നെ ഓഡിറ്ററായ നമ്മുടെ റെസ്പോൺസും എന്താണെന്നായിരിക്കും എക്സാമിനോട് ചോദിക്കുന്നുണ്ടാവുക. ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസ് ആയിരിക്കും ചോദിക്കുക. സോ ബേസിക്കലി എക്സാമിനർ നമ്മളോട് ഓഡിറ്റ് റിസ്ക് ആൻഡ് റെസ്പോൺസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ ആൻസേഴ്സ് നമ്മൾ രണ്ട് ഹെഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. വൺ സൈഡ് ഓഫ് ദി ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചിട്ട് നമ്മൾ അവിടെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസ്ക് എഴുതും. ആൻഡ് ഫ്രം ദി സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് ഓഡിറ്ററായ നമുക്ക് അവിടെ എന്താണ് റെസ്പോൺസ് എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യവും നമ്മൾ എഴുതും. അങ്ങനെ ഒരു സൈഡിൽ ഓഡിറ്റ് റിസ്ക്കും അതർ സൈഡിൽ ഓഡിറ്റേഴ്സ് റെസ്പോൺസും ആയിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. ആൻഡ് റിസ്ക് എഴുതുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു സിനാരിയോ നിങ്ങൾ പ്രോപ്പർലി വായിച്ച് നോക്കണം. ആൻഡ് അവിടെ നിങ്ങൾക്ക് എന്താണോ റിസ്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ആ റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണോ അത് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്ന സമയത്ത് അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമുക്ക് ശരിക്കും വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ളത് പറയാം. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമുക്ക് വേണ്ട എന്താന്നുള്ളത് പറഞ്ഞിട്ട് അതിനുശേഷം എന്ത് പറയണം? വാട്ട് വിൽ ഗോ റോങ്, അവിടെ എന്താണ് തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യം പറയാം. മൂന്നാമതായിട്ട് അത് കാരണം കൊണ്ട് എന്താണോ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വരാൻ പോകുന്നത്, ആ ഇമ്പാക്ട് ഓൺ എഫ്എസ് എന്താണെന്നുള്ളതും പറയണം. സോ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിയുമ്പോഴായിരിക്കും ഓഡിറ്റ് റിസ്കിനെ ബേസ് ചെയ്ത് നമുക്ക് 1 മാർക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ. സോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്? നമ്മൾ ആദ്യമേ റിസ്ക് എന്താണോ സിനാരിക്കത്തുള്ളത് അത് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാണ് കമ്പനി 10 മില്യൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. നമ്മുടെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അലൻ കമ്പനി ഹാവ് സ്പെൻഡ്
10 million on research and development എന്ന് പറയുന്നതാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ പാർട്ട്. ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ആദ്യം പറയണം അവിടെ നമുക്ക് ശരിക്കും വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്ന്. അവിടെ നമുക്ക് വേണ്ട ശരിക്കുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? നമ്മളവിടെ പറഞ്ഞു വെക്കേണ്ടത് ആസ് പെർ IAS 38 intangible asset റിസർച്ച് എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യണം? ഷുഡ് ബി എക്സ്പെൻസ്ഡ് ഇൻ ദ P&L and development expenditures, which means criteria for capitalization should only be capitalized. ഏതൊക്കെ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ആണോ ക്യാപിറ്റലൈസേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് അത് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുള്ളൂ. വാട്ട് വിൽ ഗോ റോങ്? അവിടെ എന്തായിരിക്കും തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്? കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവും? എല്ലാം എടുത്തിട്ട് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് എന്തായിരിക്കും ഇമ്പാക്ട് ഓൺ എഫ്എസ് ഉണ്ടാവുക? നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്തായിരിക്കും? ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ് ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് അവിടെ എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. അതായത് ഇവിടുത്തെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഏതാണ്? റിസർച്ച് എക്സ്പെൻസ്. റിസർച്ച് എക്സ്പെൻസസ് വിൽ ബി അണ്ടർസ്റ്റേറ്റഡ്. ഇതായിരിക്കും നമ്മളവിടെ പറയുന്നത് റിസ്ക്. നമ്മളെങ്ങനെ ആൻസർ ഫ്രെയിം ചെയ്യേണ്ടത്? നമ്മൾ പറയാം അലൻ കമ്പനി ഹാവ് സ്പെൻഡ് 10 million on research and development as per IAS 38 intangible asset. All the research expenses should be expensed in the P&L and development expenditures should be capitalized only if meets criteria for capitalization. However, Allen Company might have capitalized all the expenditures, resulting in understated research expenses and overstated development as an intangible asset. ഇങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞു വെക്കുക റിസ്ക്. ഇനി റിസ്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി പറയുന്നത് എന്തായിരിക്കും? ആസ് ആൻ ഓഡിറ്റർ നമുക്ക് അതിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്താണോ ആ റെസ്പോൺസ് എന്താണെന്നുള്ളത് പറയണം. റെസ്പോൺസ് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലി റെസ്പോൺസ് പറയുക ഒരു പ്രൊസീജിയർ ഫോമാറ്റിലായിരിക്കും. അപ്പോൾ നമ്മളവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ എന്താണ്, പ്രൊസീജിയർ എന്താണെന്നുള്ളത് പറയണം. പ്ലസ് നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എന്താണോ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എന്താണെന്നുള്ളത് പറയാം. ഫൈനലി എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത് ആ പേർപ്പസ് എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. സോ ബേസിക്കലി പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എൻക്വയറി ആവാം, ഇൻസ്പെക്ഷൻ ആവാം, ഒബ്സർവേഷൻ ആവാം, അങ്ങനെ ഏത് പ്രൊസീജിയർ വേണേലും ആവാം. സോ ടോട്ടൽ ലിസ്റ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് നമ്മൾ നോക്കിയിരുന്നു നമ്മുടെ റെഗുലർ ക്ലാസ്സിന് സമയത്ത്. നിങ്ങൾ അതൊരിക്കലും ബൈഹേർട്ട് ചെയ്യല്ല ചെയ്യേണ്ട ലിസ്റ്റ്, പകരം ലോജിക്കലി ആലോചിച്ച് നോക്കുക ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്താണ് പ്രൊസീജിയർ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. സോ നമ്മൾ പ്രൊസീജിയറായിട്ട് ഒരു ലിസ്റ്റ് പഠിച്ചിട്ടുണ്ടായി. ഇങ്ങനെ എഗ്രി ചെയ്യാം, അനലൈസ് ചെയ്യാം, അസർട്ടൈൻ ചെയ്യാം, നമുക്ക് അസസ് ചെയ്യാൻ ഒരു കാര്യം നോക്കി മനസ്സിലാക്കാം, കമ്പയർ ചെയ്ത് നോക്കാം, കൺസിഡർ എന്നുള്ള ടേം യൂസ് ചെയ്യാം. ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആസ്ക് ദ മാനേജ്മെന്റ് എന്ന് പറയരുത്, പകരം ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എൻക്വയർ എന്ന് പറയാം. നമുക്കൊരു കാര്യം എൻഷുർ ചെയ്യാൻ പറയാം. നമ്മളെപ്പോഴും നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും റീഡ് എന്നുള്ള ടേം യൂസ് ചെയ്യരുത്, പകരം എക്സാമിൻ എന്നുള്ള ടേം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്പെക്ട് എന്നുള്ള ടേം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റിവ്യൂ എന്നുള്ള ടേം യൂസ് ചെയ്യുക. റിവ്യൂ ഡാഷ് ഡോക്യുമെന്റ്, അതായത് ഇപ്പം സെയിൽസ് ഇൻവോയ്സ് ആണ്, സോ യു ക്യാൻ റിവ്യൂ ദ സെയിൽസ് ഇൻവോയ്സ്, അല്ലെങ്കിൽ ഇൻസ്പെക്ട് ദ സെയിൽസ് ഇൻവോയ്സ്, അല്ലെങ്കിൽ എക്സാമിൻ ദ സെയിൽസ് ഇൻവോയ്സ്, അങ്ങനെയുള്ള ടേം യൂസ് ചെയ്യുക. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇൻവെന്ററി കൗണ്ട് നടക്കുകയാണെന്ന് പറഞ്ഞു. സോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഒരിക്കലും ലുക്ക് അറ്റ് ദ ട്രാൻസാക്ഷൻ നമ്മൾ പറയരുത്, അല്ലെങ്കിൽ എന്താ പറയുക എക്സാമിൻ ദ ട്രാൻസാക്ഷൻ എന്നുള്ളത് പറയുന്ന പോലെ നമ്മൾ ഒരിക്കലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് പറയരുത്. ഇൻവെന്ററി കൗണ്ട് പറയാം നോക്കുക, എക്സാമിൻ ദ ഇൻവെന്ററി കൗണ്ട് എന്ന് പറയരുത്, പകരം എന്ത് പറയാം? നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മോണിറ്റർ ദ ഇൻവെന്ററി കൗണ്ട് പറയാം നമുക്ക്, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറയാം. ഓൺ ഗോയിങ് ആയിട്ടുള്ളൊരു കാര്യം എപ്പോഴും ഒബ്സർവ് ചെയ്യാൻ പറയാം. നമുക്കൊരു ഡോക്യുമെന്റ് വേണമെങ്കിൽ അത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറയാം. റീകാൽക്കുലേറ്റ് എന്നുള്ള ടേം നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഡോക്യുമെന്റോട് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ റീകൺസൈൽ ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ചെയ്ത കമ്പ്യൂട്ടേഷൻ ഫുൾ ഒന്നും കൂടി ചെയ്ത് നോക്കാനാണെങ്കിൽ റീപെർഫോം എന്നുള്ള ടേം യൂസ് ചെയ്യാം. ദെൻ ഒരു കാര്യം ഇൻസ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ഓരോ ടേംസും നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് കൊണ്ട് പറയാം. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ടായി ഇതൊരിക്കലും കാണാതെ പഠിക്കേണ്ട ടേംസ് അല്ല. ഗ്രാജുവലി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് അഡാപ്റ്റായി നമ്മൾ പഠിച്ചു വരേണ്ട കാര്യമാണ്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഓരോരോ പോയിന്റ്സും പഠിക്കാം. എഗ്രി, അനലൈസ്, അസർട്ടൈൻ, കമ്പയർ, കൺസിഡർ, എൻക്വയർ, എൻഷുർ, എക്സാമിൻ, ഇൻസ്പെക്ട്, മോണിറ്റർ, ഒബ്സർവ്, റീറ്റെയിൻ, ഇങ്ങനെയുള്ള ടേംസ് ഓരോന്ന് യൂസ് ചെയ്യാം. അപ്പം ഇതായിരുന്നു നമ്മൾ പറഞ്ഞ പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. ഇനി പ്രൊസീജിയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ടതാണ്, ചുമ്മാ പ്രൊസീജിയർ മാത്രം നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ എന്തിനെക്കുറിച്ച് പറയുന്നുണ്ടാവണം, നമുക്ക് എന്താണോ ഡോക്യുമെന്റ് വേണ്ടത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണ്ടത് അത് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവണം. നിങ്ങൾ എപ്പോഴും നോക്കുക സിനാരിയോക്കകത്ത് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതേ പറ്റിയിട്ട് എന്ത് ഡോക്യുമെന്റ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക എന്നുള്ളത് ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് വേണ്ടത് എന്നുള്ളത് ചിന്തിച്ചു നോക്കുക.
അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയണം. അതായത് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയേണ്ടത് എന്താ? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ സ്റ്റാൻഡേർഡ് പ്രകാരം ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ എന്താണെന്നുള്ളത് ആലോചിച്ച് നോക്കുക. നമുക്കിവിടെ അതിന് വേണ്ടിയിട്ട് വേണ്ട ഡോക്യുമെന്റൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് നോക്കുക, പേർപ്പസ് എന്താണെന്നുള്ളത് നോക്കുക. നമുക്കിവിടെ എന്തായിരിക്കും വേണ്ടി വരിക? ഇവർ കറക്റ്റായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമുക്ക് ഇവർ സ്പെൻഡ് ചെയ്തേക്കുന്ന ടോട്ടൽ 10 മില്യൻ്റെ ബ്രേക്ക് ഡൗൺ വേണം. എന്നിട്ട് ആ ബ്രേക്ക് ഡൗൺ എടുത്തിട്ട് നമ്മൾ എന്ത് നോക്കണം? കമ്പനി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ സ്പ്ലിറ്റ് കറക്റ്റായിട്ട് തന്നെ നടത്തിയിട്ടുണ്ടോ, സ്റ്റാൻഡേർഡ്സ് പ്രകാരം തന്നെ നടത്തിയിട്ടുണ്ടോ എന്ന് അറിയണം നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒബ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് 10 million spent on research and development in order to confirm whether split between research and development expenditure have been done in accordance with IAS 38 intangible assets. നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 10 million അവർ സ്പെൻഡ് ചെയ്തേക്കുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് മേലെ സ്പെൻഡ് ചെയ്തേക്കുന്നതിന്റെ ബ്രേക്ക് ഡൗൺ ഒബ്റ്റെയിൻ ചെയ്യണം. എന്നിട്ട് സ്പ്ലിറ്റ് ബിറ്റ്വീൻ റിസർച്ചും ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറും നടത്തിയിട്ടുണ്ടോ ഇൻ അക്കോർഡൻസ് വിത്ത് IAS 38 ഇൻടാഞ്ചിബിൾ അസറ്റ് പ്രകാരം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യണം എന്ന് പറയാം. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ റെസ്പോൺസ് എഴുതുക. ഇപ്പോൾ റെസ്പോൺസ് എഴുതിയപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അലൻ കമ്പനി എന്നുള്ള ടേം നമ്മൾ പറഞ്ഞു, 10 million എന്നുള്ളത് പറഞ്ഞു. സോ ഇങ്ങനെ സിനാരിക്കകത്തുള്ള ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് തന്നെ എപ്പോഴും റെസ്പോൺസ് പറയാം. ഹൗഎവർ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റാൻഡേർഡിൻ്റെ പേരോ നമ്പറോ ഒന്നും അറിയുന്നുണ്ടാവണം എന്നില്ല. സോ ദാറ്റ് ഈസ് ഓക്കെ. സ്റ്റാൻഡേർഡിൻ്റെ പേരോ നമ്പറോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയില്ല സ്റ്റാൻഡേർഡിൻ്റെ നെയിം ആൻഡ് നമ്പർ എന്നുണ്ടെങ്കിൽ ആസ് പെർ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞ് എഴുതി പോയാൽ മതി. ഒരിക്കലും സ്റ്റാൻഡേർഡ് നെയിം ആൻഡ് നമ്പർ എഴുതണം എന്നുള്ള കാര്യം മാൻഡേറ്ററി അല്ല. ഓക്കെ, that is not just for the paper AA. For AAA also same thing. SBR also same thing. ACCA will never give you additional marks for writing standard name and number. But നമ്മൾ ആൻസർ ഫ്രെയിം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെയിം ആൻഡ് നമ്പർ വെച്ച് തന്നെ നമ്മൾ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആസ് പെർ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു പോയാൽ മതി. സോ അപ്പോൾ ഇങ്ങനെയായിരിക്കും ഓഡിറ്റേഴ്സ് റിസ്ക്കും റെസ്പോൺസും നമ്മൾ എഴുതി പോവുക. ഇനി അതേപോലെ തന്നെ ഒരു കാര്യം, എല്ലാ സിനാരിയോയിലും നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമുക്ക് എപ്പോഴും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കാണണം നിർബന്ധമില്ല. ചില കേസിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളൊന്നും ഉണ്ടാവില്ല, പകരം ജനറൽ ആയിട്ടായിരിക്കും വരിക. അതായത് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, കമ്പനിയിൽ പുതിയ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞു, ഫിനാൻസ് ഡയറക്ടറിനെ. പുള്ളിക്ക് 10 years ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ക്വസ്റ്റനിൽ പറയാണ്, ഇവിടുത്തെ ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ഫിനാൻസ് ഡയറക്ടർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് നമ്മുടെ കമ്പനി, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലേക്കാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. നമ്മളോട് ഓൾറെഡി ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് 10 years എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അതെവിടെയാണ്? ബാങ്കിങ് സെക്ടറിലാണ്. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലേക്ക് ആൾ വന്നു എന്ന് പറയുന്ന സമയത്ത് ദർ ഇസ് നോ പോയിന്റ് ഓഫ് എക്സ്പീരിയൻസ് ദയർ. കാരണം ഹീസ് ഹാവിങ് സഫീഷ്യൻറ്റ് എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടിങ് ബട്ട് ഇൻ എ സ്പെസിഫിക് ഇൻഡസ്ട്രി ആൻഡ് ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി. അപ്പം ആൾ തരാൻ പോകുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾക്കകത്തൊക്കെ മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. ഇതാണ് നമ്മൾ റിസ്ക് ആയിട്ട് പറയേണ്ടത്. അവിടെ ട്രീറ്റ്മെൻറ്റുകളോ കാര്യങ്ങളൊന്നും ഇല്ല, പകരം ജനറൽ ആയിട്ടുള്ള റിസ്ക് ആണ്. അപ്പം നിങ്ങൾ അവിടെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ജസ്റ്റ് സിനാരിയോക്കകത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്യുക, Allen company have appointed a new finance director who is having 10 years of experience in banking industry. However, Allen company is operating in pharmaceutical sector. അതാണ് ഐഡന്റിഫിക്കേഷൻ. ഇനി എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ പറയാം, അവിടെ എന്താണ് തെറ്റുണ്ടാവാൻ ചാൻസ് ഉള്ളത്, അത് കാരണം കൊണ്ട് വരാൻ പോകുന്ന ഓവറോൾ ഇമ്പാക്ട് എന്താണോ അതും പറയാം. ഇങ്ങനെ ജനറൽ ആയിട്ടായിരിക്കും നമ്മളത് പറഞ്ഞു വെക്കുക. റെസ്പോൺസ് എഴുതുമ്പോഴും അവിടെ പ്രത്യേകം ഭയങ്കരമായ പ്രൊസീജിയറോ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷനോ പർപ്പസോ ആയിട്ട് വരണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഇവിടെ ഇൻഫർമേഷൻ ആയിരിക്കും മേ ബി നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നിങ്ങൾ പുതിയ ഫിനാൻസ് ഡയറക്ടറിന്റെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷന്റെയും റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആൾക്ക് കോമ്പിറ്റൻസ് ഉണ്ടോ എന്ന് അറിയാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പർട്ടിക്കുലർ ഫിനാൻസ് ഡയറക്ടർ എടുത്തേക്കുന്ന മേജർ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന്റെ ഏരിയാസ് ആയിരിക്കും നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ടാവുക. അവിടെ അപ്രോപ്രിയറ്റ്ലി ആണ് ട്രീറ്റ്മെന്റ്സ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്, ആൾക്ക് കോമ്പിറ്റൻസ് ഉണ്ടോ എന്ന് അറിയാൻ. അങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ സിനാരിയോ നിങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞു പോവുക. അപ്പൊ ഇങ്ങനെയായിരിക്കും ഓഡിറ്റ് റിസ്ക്കും റെസ്പോൺസും നമ്മൾ എഴുതുന്നുണ്ടാവുക. So whenever you give your risk and response, make sure that you are following this particular performer. എങ്കിലായിരിക്കും നമുക്ക് റിസ്കിന് 1 മാർക്കും റെസ്പോൺസിന് 1 മാർക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് റിസ്ക് ഓരോന്നും സിനാരിയോക്ക് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം, അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അതെന്തുകൊണ്ടാണ് റിസ്ക് ആയി മാറുന്നത് എന്നുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ അത് പറയണം. എന്നിട്ട് വേണം വാട്ട് വിൽ ഗോ റോങ് പറയാൻ. എന്നിട്ട് ഇമ്പാക്ട് ഓൺ എഫേഴ്സ് പറയാം. റെസ്പോൺസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്ന പ്രൊസീജിയർ എന്നാൽ ആ പ്രൊസീജിയർ എന്താണെന്നുള്ളത് പറയാം. നിങ്ങൾക്ക് അവിടെ വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ അത് പറയാം. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ പ്രൊസീജിയറൊക്കെ പെർഫോം ചെയ്യുന്നത്, പേർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്യണം. അപ്പം ഇങ്ങനെയായിരിക്കും റിസ്ക്കും റെസ്പോൺസും നമ്മൾ എഴുതി പോകുന്നുണ്ടാവുക. പ്രോപ്പർലി മനസ്സിലായ എല്ലാവർക്കും? Is that clear everyone? Yes, sir. Okay.
ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ്ലി പറഞ്ഞൊരു കാര്യമായിരുന്നു, ഓഡിറ്റ് റിസ്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സിനാരിയോനെ ബേസ് ചെയ്ത് മാത്രമല്ല നമ്മൾ റിസ്ക് കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ എന്തും കൂടെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ചില കേസുകളിൽ അവർ നമ്മളോട് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും യൂസ് ചെയ്യാനായിട്ട് പറയും. സോ ബേസിക്കലി അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് കമ്പാരിസൺ ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഡേറ്റ, ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഡേറ്റ, കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും തമ്മിലുള്ള കമ്പാരിസൺ, നമ്മുടെ കമ്പനിയും കോമ്പറ്റീറ്ററും ആയിട്ടുള്ള കമ്പാരിസൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഡബിൾ എക്കകത്ത് ടെസ്റ്റ് ചെയ്യുന്ന അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് കമ്പാരിറ്റീവ്ലി ലിമിറ്റഡ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രിപ്പിൾ എക്കകത്താണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യും. ഡബിൾ എക്കകത്ത് ബേസിക്കലി നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക ഇപ്പൊ 2015 2014 അല്ലെ 2025 2024 ഇങ്ങനെ 2 ഇയർ തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള റേഷ്യോസ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. ഹവർ അവിടെ നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യാറുള്ള സെറ്റ് ഓഫ് റേഷ്യോസ് കുറവുമാണ്. കുറച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് റേഷ്യോസ് മാത്രമേ അവർ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാറുള്ളൂ. ഏതൊക്കെയായിരുന്നു റേഷ്യോസ്? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്, പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്, പിന്നെ ഇൻവെന്ററി ഹോൾഡിംഗ്, റിസീവബിൾസ് ഡേയ്സ് ഉണ്ട്, ഇൻവെന്ററി ഹോൾഡിംഗ് ഡേയ്സ് ഉണ്ട്, പിന്നെ പേയബിൾ ഡേയ്സ് ഉണ്ട്, പിന്നെ വേറെ എന്തായിരുന്നു? കറന്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാറുണ്ട്, പിന്നെ ഗിയറിംഗ്, ഇൻട്രസ്റ്റ് കവർ, ക്വിക്ക് റേഷ്യോ പറയാറില്ല അവര്. ക്വിക്ക് റേഷ്യോ പറയാറുണ്ട്, ദെൻ ഗിയറിംഗ് റേഷ്യോ പറയാറുണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് കവർ റേഷ്യോയും പറയാറുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളോട് പറയാറുള്ള റേഷ്യോസ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞിരുന്നതിനെ ബേസ് ചെയ്തുള്ള കുറേ റിസ്കുകളും. സേ ഫോർ എക്സാമ്പിൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എടുത്തു. കറണ്ട് ഇയറിൽ 20% ആണ്, പ്രീവിയസ് ഇയറിൽ 16% ആയിരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കറണ്ട് ഇയറിൽ 18% ആണ്, പ്രീവിയസ് ഇയറിൽ ഒരു 14% ആയിരുന്നു. സോ നമ്മൾ പറഞ്ഞിരുന്നു ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും നിങ്ങൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് കൂടിയോ നോക്കുക, കറസ്പോണ്ടിങ്ങിൽ എന്തും കൂടിയെന്ന് നോക്കണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും കൂടിയെന്ന് നോക്കണം. രണ്ടും സൈമിൾട്ടേനിയസ്ലി കൂടുകയാണ് ചെയ്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇഷ്യൂ ഉണ്ടാവും? ഇല്ല. വിൽ കോൾ ഇറ്റ് ആസ് ഡയറക്റ്റ് റിലേഷൻ. രണ്ടും കുറയുവാണ് ചെയ്തേക്കുന്നത്, നമ്മളവിടെ ഇഷ്യൂ പറയാറുണ്ടോ? ഇല്ല. അഗെയിൻ ഇറ്റ്സ് എ ഡയറക്റ്റ് റിലേഷൻ. ഹവർ നമ്മൾ പറഞ്ഞ ഇഷ്യൂ എപ്പോഴായിരുന്നു? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടി ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ത് ചെയ്യാണ്? കുറയുവാണ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് പറയും? അവിടെ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് പറയും. സോ ഗ്രോസ് പ്രോഫിറ്റ് കൂടുകയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളവിടെ മിസ്ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻസ് ആയിരുന്നു റിസ്ക് ആയിട്ട് പറയല്ലോ. നമ്മളത് എന്തായിരുന്നു മക്കളെ റിസ്ക് പറയുന്നത്? എന്തായിരുന്നു? അസംഷൻ എന്തായിരുന്നു നമ്മുടെ? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കുറഞ്ഞിട്ടുണ്ടാവും? കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞിട്ടുണ്ടാവും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതിന് രണ്ടിനും കൂടി നെറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഒരു ഫാക്ട്സ് എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് സെയിൽസ് ഓപ്പറേറ്റിംഗ് സെയിൽസിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് സെയിൽസിനകത്ത് കാണിക്കേണ്ട എക്സ്പെൻസസിനെ അവർ എവിടെ കൊണ്ട് കാണിച്ചിട്ടുണ്ടാവും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും എന്നുള്ള അസംഷന്റെ ബേസിസിലാണ് നമ്മൾ പറയല്. ശരിയല്ലേ? ഓക്കെ, നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞു നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഹാസ് ബീൻ ഇൻക്രീസ് ഫ്രം 16% to 20%. However, operating profit margin has been decreased from 14% to 12%. Therefore, the expenses that need to be included within cost of sales might be misclassified into operating expenses, leading to overstated operating expense and understated cost of sales. ഇങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞു വെക്കുക. അതായത് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു. സോ നമ്മൾ പറയും കോസ്റ്റ് ഓഫ് സെയിൽസിനകത്ത് കാണിക്കേണ്ട എക്സ്പെൻസിനെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് അവർ മിസ്ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? കോസ്റ്റ് ഓഫ് സെയിൽസ് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്തായിരിക്കും? ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും എന്നുള്ള റിസ്ക് നമ്മൾ പറഞ്ഞു വെക്കും. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ, ഇനി നെക്സ്റ്റ് റിസീവബിൾസ് ഡേയ്സിന്റെ കേസ് നമ്മൾ പറഞ്ഞു. നേരത്തെ 40 days ആയിരുന്നു റിസീവബിൾസ് ഡേയ്സ്, ഇപ്പൊ അത് മാറിയിട്ട് 55 days ആയി എന്ന് പറഞ്ഞു. റിസീവബിൾസ് ഡേയ്സ് കൂടി. അവിടെ നമ്മൾ പറയുന്ന റിസ്ക് എന്തായിരുന്നു? റിസീവബിൾസ് ഡേയ്സ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞു വെക്കുന്നത്, കമ്പനിയുടെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സിനുള്ള പോസിബിലിറ്റി എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പഠിച്ചിട്ടുള്ളത്? ഒന്നെങ്കിൽ അലവൻസസ് ഫോർ റിസീവബിൾസ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടാവണം. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? കമ്പനി രണ്ടും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് പറ്റും? റിസീവബിൾസ് ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും, റിലേറ്റഡ് എക്സ്പെൻസസ് എന്തായിരിക്കും?
അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പറയാം, receivables days has been increased from 40 days to 55 days. Therefore, there can be chances of having bad and doubtful debts for the company, for which either allowances for receivables have to be created or bad and doubtful debts should be written off from the financial statements. If not, എന്ത് പറ്റുമെന്ന് പറയാം, receivables will be overstated and related expenses will be understated. Clear ആയോ? Yes, sir. Okay. ഇനി ഫോളോഡ് ബൈ ദാറ്റ് നമ്മൾ ഇൻവെന്ററി ഡേയ്സ് പഠിച്ചു. ഇൻവെന്ററി ഡേയ്സും നേരത്തെ 45 ഡേയ്സ് ആയിരുന്നു, ആൻഡ് നൗ ഇറ്റ് ബിക്കംസ് 60 ഡേയ്സ്. ഇൻവെന്ററി ഡേയ്സ് കൂടുവാണ് ചെയ്തേക്കുന്നത്. സോ ഇൻവെന്ററി ഡേയ്സ് കൂടുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന റിസ്ക് എന്തായിരിക്കും? Slow moving, Slow obsolete. moving, obsolete. യെസ്, ഇൻവെന്ററി വിൽ ബി സ്ലോ മൂവിങ് ഓർ ഒബ്സലേറ്റ്. ആൻഡ് വെൻ ദർ ഈസ് സ്ലോ മൂവിങ് ഓർ ഒബ്സലേറ്റ് ഇൻവെന്ററി, നമ്മൾ അവിടെ എന്ത് ചെയ്യണം എന്ന് പഠിച്ചിട്ടുള്ളത്? Cost Write lower. down to an NRV. Should be written down to the lower of cost or NRV. If not, എന്ത് പറ്റും എന്ന് പറയാം? ഇൻവെന്ററി എന്തായിരിക്കും? ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റും എന്തായിരിക്കും? ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞു നോക്കുക, ഇൻവെന്ററി ഡേയ്സ് ഹാസ് ബിൻ ഇൻക്രീസ് ഫ്രം 45 days to 60 days, which represents the possibility of having slow moving or obsolete inventory, for which either inventory should be written down to the lower of cost or NRV. If not, inventory will be overstated and profit will also be overstated. ഇനി ഇതിന് പുറമെ നമ്മൾ ബാക്കിയുള്ള റേഷ്യോസും പഠിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ആദ്യം നോക്കുക, ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ഇത് രണ്ടും കൂടുന്നതാണോ നല്ലത് കുറയുന്നതാണോ നല്ലതെന്ന് നമ്മൾ പറഞ്ഞേ? കൂടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. റിസീവബിൾസ് ഡേയ്സും ഇൻവെന്ററി ഡേയ്സും പേബിൾസ് ഡേയ്സോ കൂടണോ കുറയണോ? കുറയണം. കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് കവർ റേഷ്യോ എന്താ ചെയ്യണ്ടേ? കൂടണം അല്ലേ? സെയിം ആസ് ദാറ്റ് ഗിയറിംഗ് എന്ത് ചെയ്യണം? കുറയണം. അപ്പൊ ഇതാണ് നമുക്കുള്ള ഫേവറബിൾ റേഷ്യോസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ രീതി വേണം ഈ റേഷ്യോസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹവെവർ ഇവിടെ ഇൻവേഴ്സ് ആയിട്ട് മൂവ് ചെയ്യുന്ന റേഷ്യോസ് പിക്ക് ചെയ്യുക. അതായത് ഒ പി മാർജിൻ കുറഞ്ഞു, റിസീവബിൾസ് ഇൻവെന്ററി ഡേയ്സ് കൂടി, പേബിൾസ് ഡേയ്സ് കൂടുന്നു, കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കവർ റേഷ്യോ കുറയുന്നു, ഗിയറിംഗ് കൂടുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വിൽ കോൾ ഇറ്റ് ആസ് അഡ്വേഴ്സ് റേഷ്യോസ്. അങ്ങനെ നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റേഷ്യോസുകൾ ഓരോന്നും നിങ്ങൾ പിക്ക് ചെയ്യണം. എന്നിട്ട് ആ റേഷ്യോസ് പിക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ എന്ത് വേണം പറയാനായിട്ട്? അവിടെ ഉണ്ടാവുന്നത് യെസ്, അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ ആണെന്ന് പറയാം. അതുപോലെ തന്നെ സിനാരിയോക്കകത്ത് ഗോയിങ് കൺസേൺ ഡിഫിക്കൽറ്റിനെ കുറിച്ച് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് കൂടി നോക്കണം. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ പറയാം, ഇറ്റ് റെപ്രസെന്റ്സ് പോസിബിലിറ്റി ഓഫ് ഹാവിങ് അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ. അങ്ങനെ ഗോയിങ് കൺസേണിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം എന്നായിരുന്നു നമ്മൾ പഠിച്ചത്? ആഡിക്വേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കമ്പനി അത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ആഡിക്വേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ അത് ആഡിക്വേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറ്റുക? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡിസ്ക്ലോഷേഴ്സ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആവും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അതായിരിക്കും നമ്മൾ പറഞ്ഞു നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ അഡ്വേഴ്സ് റേഷ്യോസും കൂടി ഇന്റർപ്രറ്റ് ചെയ്യുക. ജി പി മാർജിൻ ഹാസ് ബീൻ റെഡ്യൂസ്, then receivables days have been increased from this to this, current and quick ratio has also been increased significantly. അങ്ങനെ പറഞ്ഞു നോക്കുക. എന്നിട്ട് നിങ്ങൾ പറയാം, this represents possibility of having uncertainties relating to going concern, and in case of any uncertainty it should be adequately disclosed in the financial statements. However, proper disclosures might not have been given in accordance with the standards, resulting in material misstatements in the disclosures to financial statements. ഇതായിരിക്കും നമ്മൾ അവിടെ പറയുന്ന റിസ്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ റിസ്ക്കും സിനാരിയോക്കകത്ത് നിന്ന് പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്യണം, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും യൂസ് ചെയ്യുന്നുണ്ടാവണം. ഓക്കെ, അപ്പം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എല്ലാ കേസിലും യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമില്ല, നിങ്ങളോട് എക്സാമിനോട് പറയും. അതുപോലെ തന്നെ ഈ എല്ലാ റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നേരെ കയറിയിട്ട് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യരുത്. കാരണം ഇപ്പോൾ പലപ്പോഴും ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏതൊക്കെ റേഷ്യോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അവർ തന്നെ പറയാറുണ്ട്. അവർ പറഞ്ഞ റേഷ്യോസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അല്ലാന്ന് വരിയിലും നിങ്ങൾ ആദ്യമേ ഫുൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, എന്നിട്ടേ റേഷ്യോ കമ്പ്യൂട്ടേഷനിലേക്ക് പോകാവുള്ളൂ. കാരണം ചിലപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്ത് തന്നിട്ടുണ്ടാവും? അവർ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്ത് തന്ന റേഷ്യോ തന്നെ നിങ്ങൾ വീണ്ടും എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് എനി അഡീഷണൽ മാർക്ക്. അതുകൊണ്ട് നേരെ കയറിയിട്ട് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യരുത്. അതിന് മുന്നേ ആദ്യം പ്രോപ്പർലി സിനാരിയോയിൽ വായിച്ചു നോക്കുക എന്താ പറഞ്ഞേക്കുന്നതെന്ന്.
സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ റേഷ്യോ കമ്പ്യൂട്ടേഷനിലേക്ക് പോകാവുള്ളൂ. അതുപോലെ തന്നെ അവർ കാൽക്കുലേറ്റ് ചെയ്ത് തന്നേക്കുന്ന റേഷ്യോസ് ഒന്നും നിങ്ങൾ വീണ്ടും റീകാൽക്കുലേറ്റ് ചെയ്യേണ്ട, അതിന് മാർക്ക് കിട്ടില്ല. നിങ്ങളോട് പറഞ്ഞ റേഷ്യോ ഏതാണ് അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുക. ഹൗഎവർ റിസ്ക് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം എക്സാമിനർ നിങ്ങളോട് ചോദിച്ച് റിസീവ്സ് ഡേയ്സും ഇൻവെന്ററി ഡേയ്സും മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സിനാരിയോക്കകത്താണെങ്കിലും വേറെ റേഷ്യോസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജി പി മാർജിനും ഒ പി മാർജിനും വേറെ ഏതൊക്കെ അഡീഷണൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യണോ അത് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരിൽ നിങ്ങൾക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തതിന് മാർക്ക് കിട്ടൂല. പകരം അതിനെ ബേസ് ചെയ്ത് റിസ്ക് എഴുതിയാലും ആ റിസ്കിന്റെ മാർക്ക് കിട്ടും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. സോ റിസ്കിന്റെ മാർക്കായിരിക്കും കിട്ടുക, റേഷ്യോയുടെ ആസിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. ഓക്കെ, അപ്പോൾ അതൊന്ന് പേഴ്സൺ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ആൻസർ എഴുതുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എക്സാമിനേഴ്സ് കമന്റും കൂടി ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ എല്ലാ മേജർ എക്സാംസും കഴിഞ്ഞതിന് ശേഷം എക്സാമിനർ അവരുടെ എക്സാമിനേഴ്സ് കമന്റ് നമുക്ക് റിലീസ് ചെയ്ത് തരും. സോ എക്സാമിനേഴ്സ് കമന്റിൻ്റെ അകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക എങ്ങനെയാണ് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. സോ ബേസിക്കലി നമ്മൾ ഇതിനെയാണ് എക്സാമിനേഴ്സ് റിപ്പോർട്ട് എന്ന് വിളിക്കുക. ഇപ്പോൾ ഡബ്ല്യുയുടെ എക്സാമിനേഴ്സ് റിപ്പോർട്ടിന്റെ സമ്മറൈസ്ഡ് വേർഷനാണിത്. എക്സാമിനേഴ്സ് റിപ്പോർട്ടിൻ്റെ അകത്തെ ഓഡിറ്റ് റിസ്കിന്റെ ഭാഗം മാത്രമാണ് ആസ് പാർട്ട് ഓഫ് ടുഡേ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാളെ ഓരോ റെലവൻറ്റ് ടോപ്പിക്സും പഠിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള എക്സാമിനേഴ്സ് ഡിസ്കഷൻ നമുക്ക് നോക്കാം. അപ്പം ബേസിക്കലി റിസ്കിന്റെ മാർക്കിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഓഡിറ്റ് റിസ്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന്, അതായത് സിനാരിയോക്കകത്ത് പ്രസന്റ് ആയിട്ടുള്ള റിസ്ക് എന്താണോ അത് പിക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഹാഫ് മാർക്ക് കിട്ടും. അതെന്തുകൊണ്ടാണ് റിസ്ക് ആയത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, വാട്ട് വെന്റ് റോങ്, ഇമ്പാക്ട്, അത് എഴുതുന്നതിന് എഗെയിൻ നിങ്ങൾക്ക് ഹാഫ് മാർക്ക് കിട്ടും. സോ റിസ്ക് എഴുതുന്നതിന് ഇൻ ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്ന അപ്പോൾ എത്രയായിരിക്കും? 1 മാർക്ക് ആയിരിക്കും. ഇനി അതിന്റെ റെസ്പോൺസ് കൊടുക്കുന്നതിന് എഗെയിൻ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുന്നുണ്ടാവും. സോ റിസ്കിന് 1 മാർക്ക്, റെസ്പോൺസിന് 1 മാർക്ക്. ഇനി അവിടെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് പറയാണ് എത്ര റിസ്ക് ആണോ നിങ്ങൾക്ക് ശരിക്കും എക്സാമിന് വേണ്ടത് അതിനേക്കാളും റിസ്ക് നിങ്ങൾക്ക് എന്താണേലും ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റിസ്ക് വായിക്കുന്ന സമയത്ത് തന്നെ പ്രോപ്പർലി പ്ലാൻ ചെയ്യുക. എത്ര റിസ്ക് ആണോ ഉള്ളത്, അതിൻ്റെ അകത്ത് ഏതൊക്കെ റിസ്ക് ആണ് നിങ്ങൾ പിക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളോട് പറയാണ്. എത്രയാണ് റിക്വയർഡ് നമ്പർ ഓഫ് റിസ്ക് എക്സാമിനർ പറഞ്ഞേക്കുന്നത് അത് മാത്രം പിക്ക് ചെയ്താൽ മതി. അഡീഷണൽ റിസ്ക് എഴുതി കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് എനി മാർക്ക്. സേ ഫോർ എക്സാമ്പിൾ ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ 8 റിസ്ക് എന്നാണ് എക്സാമിനർ പറഞ്ഞേക്കുന്നത്, അല്ലെ 5 റിസ്ക് എന്നാണ് എക്സാമിനർ പറഞ്ഞേക്കുന്നത്. 5 റിസ്ക് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി 5 റിസ്ക് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അഡീഷണൽ കണ്ടുപിടിക്കുന്നതിന് കുഴപ്പമില്ല, 5 റിസ്ക് മാത്രം എഴുതിയാൽ മതി. അഡീഷണൽ റിസ്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതുപോലെ തന്നെ എക്സാമിനർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ റിസ്കിന്റെ സിനാരിയോ കിട്ടുമ്പം എല്ലാ കാര്യങ്ങളും സിനാരിയോക്കകത്ത് വായിക്കുന്നുണ്ടാവണം. ഇൻക്ലൂഡിങ് ഓപ്പണിംഗ് പാരഗ്രാഫ് നിങ്ങൾ വൃത്തിക്ക് വായിക്കണം. കാരണം നമുക്കറിയാം ന്യൂ ക്ലയന്റ് ആണോ, ന്യൂലി ലിസ്റ്റഡ് ആണോ, ഈ കമ്പനിയുടെ ഇൻഡസ്ട്രി ഏതാണ്, അവരുടെ ഇയർ ആൻഡ് ഡേറ്റ് ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിടെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക? ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാണ്, നിങ്ങൾ സിനാരിയോ വായിക്കുമ്പോൾ ഇൻഫർമേഷൻ എല്ലാം കെയർഫുള്ളി തന്നെ വായിക്കുക. സ്പെസിഫിക്കലി ഓപ്പണിംഗ് പാരഗ്രാഫ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ വായിക്കുന്നുണ്ടാവണം. നിങ്ങൾ ബെയർ സിനാരിയോ മാത്രമായിട്ട് വായിച്ചു പോരുത്, ഫുൾ സിനാരിയോ പ്രോപ്പർലി വായിക്കുന്നുണ്ടാവണം. ഇനി അതേപോലെ തന്നെ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ എക്സാമിന് ഹൈലൈറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ക്വസ്റ്റിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ട റിസ്കുകൾ ഏതൊക്കെയാണോ അത് ഹൈലൈറ്റ് ചെയ്തിടുക. ആ ഹൈലൈറ്റ് ചെയ്തിട്ട് റെലവെൻ്റ് ആയിട്ടുള്ള റിസ്കുകളെല്ലാം പിക്ക് ചെയ്തിട്ട് അതിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത് ഏതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് തോന്നിയത് ഏതാണോ, ആ റിസ്ക് വേണം നിങ്ങൾ എഴുതാനായിട്ട്. റിസ്ക് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ആലോചിച്ച് നോക്കുമ്പോൾ ഒരിക്കലും റിസ്ക് മാത്രം എഴുതാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ചിട്ട് നേരെ കൊണ്ട് എഴുതി വെക്കരുത്. നിങ്ങൾ ആദ്യം റിസ്ക്കും എഴുതാൻ പറ്റുന്നതാണോ നോക്കുക, റെസ്പോൺസും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണോ നോക്കുക. അത് രണ്ടും നോക്കിയതിന് ശേഷം മാത്രമേ ആൻസേഴ്സ് എഴുതാവുള്ളൂ. ഇനി കോപ്പി പേസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം, പക്ഷേ അതിന് മേലെ ഓവർ റിലേ ചെയ്യരുത് എന്നാണ് എക്സാമിനർ പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ എക്സാമിനർ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചില കുട്ടികൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പി പേസ്റ്റിന്റെ ഭാഗമായിട്ട് നേരെ ക്വസ്റ്റിൻ്റെ അകത്തുള്ള ഫോൾ സെന്റൻസ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കും. അപ്പം അതാ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പക്ഷെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ നിങ്ങൾ ഫാക്റ്റ് അല്ല എഴുതി വെക്കേണ്ടത്, പകരം റിസ്ക് എന്താണെന്നുള്ളതാണ് എഴുതേണ്ടത്. അതായത് കമ്പനി 10 മില്യൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു എന്നുള്ളത് പറഞ്ഞു. അതിനെ ബേസ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ പറഞ്ഞു പോയേക്കാണ്, കമ്പനി പുതിയതായിട്ട് കുറേ പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എക്സ്പെൻസുകൾ ഒക്കെ കമ്പനി കുറേ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 10 മില്യൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. ദെൻ കമ്പനി അത് ചെയ്തു, കമ്പനി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായി, ഇങ്ങനെ കുറേ കഥ പറഞ്ഞു പോയി.
ചിലരെന്താ ചെയ്യാന്ന് വെച്ചാൽ പാരഗ്രാഫിൻ്റെ അകത്തുള്ള മേജർ ഏരിയയും കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കും. അതാ പറഞ്ഞ് അവിടുത്തെ ഫാക്ട്സ് നിങ്ങൾ പറയണ്ട, അവിടെ സംഭവിച്ചേക്കുന്ന കാര്യങ്ങളൊന്നും പറയണ്ട. അവിടെ റിസ്കിന്റെ എലമെന്റ് എന്താണെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അവിടുത്തെ റിസ്കിന്റെ എലമെന്റ് എന്താ? 10 million ഹാസ് ബീൻ സ്പെൻഡ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതാണ് അവിടുത്തെ റിസ്ക്. സോ ആ പോർഷൻ മാത്രം കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഹോൾ ഫാക്ട്സ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് എക്സാമിനർ പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, FRന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് പഠിച്ചു വെക്കണം. FRന്റെ അകത്തുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റിസ്കുകൾ വരിക. സോ നമുക്ക് എന്താണ് ശരിക്കും വേണ്ട ട്രീറ്റ്മെന്റ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും റിസ്ക് എന്ന് പറയുന്നത്. അപ്പം ഒരു കമ്പനി പുതുതായിട്ടൊരു പ്രോപ്പർട്ടി പ്ലാന്റിന്റെ എക്യുപ്മെന്റ് PPE വാങ്ങിച്ചു എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു അസറ്റ് വാങ്ങിച്ചു എന്ന് പറയുകയാണ്. അപ്പം അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ എന്താ തെറ്റായിട്ട് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്തായിരിക്കും റിസ്ക് വരിക. സോ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പ്രോപ്പർ നോളജ് ഉണ്ടാവണം. ഇനി ഇവിടെ പ്രത്യേകം പറഞ്ഞേക്കാൻ നോക്കി, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യനിൽ കുറേ അക്കൗണ്ടിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതായത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായി, ഇൻടാഞ്ചിബിൾ അസറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായി, പ്രൊവിഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായി, ഇൻവെന്ററിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ പറയാണ് നിങ്ങൾക്ക് ഈ റെലവെന്റ് ആയിട്ടുള്ള ഓരോ സ്റ്റാൻഡേർഡിന്റെയും അല്ലെങ്കിൽ ഈ ഓരോ കേസിന്റെയും സ്റ്റാൻഡേർഡ് ഏതാണ്, അതേക്കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ കറക്റ്റ് റിസ്ക് റെസ്പോൺസ് എഴുതാൻ പറ്റുള്ളൂ. നമുക്കറിയാം PP എന്ന് പറയുമ്പോൾ ഏത് സ്റ്റാൻഡേർഡ് വരിക? IAS 16 ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ IAS 38 ആണ്. പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ IAS 37 ആണ്. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് IAS 2. അപ്പോൾ നമ്മൾ ഈ പഠിച്ച ഓരോ സ്റ്റാൻഡേർഡ് എവിടെ നിന്ന് പഠിച്ചതാണ്? FRൽ പഠിച്ചതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡിനെ കുറിച്ച് ബേസിക് നോളജ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മളോട് പറയാണ്, നമ്മൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്താണെങ്കിലും എക്സാമിനർ നോർമലി ഇപ്പോൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും യൂസ് ചെയ്യാൻ പറയലുണ്ട്. അപ്പോൾ ഓരോ റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഓൾറെഡി തന്നേക്കുന്ന റേഷ്യോ വെച്ചിട്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത റേഷ്യോ വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് പറയാണ്, അതായത് രണ്ട് ഇൻഫോർമേഷൻ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ട്, രണ്ടും ലീഡ് ചെയ്യുന്ന സെയിം റിസ്കിലേക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ ഒരു റിസ്ക് എഴുതാൻ പാടുള്ളൂ കമ്പൈൻ ചെയ്ത്, രണ്ടായിട്ട് അത് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂല. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാണ്, there are some concerns about credit worthiness of some of the customers. കുറച്ച് കസ്റ്റമേഴ്സിന്റെ ക്രെഡിറ്റ് വേർത്തിനെസ് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇപ്പം എന്താ റിസ്ക് വരിക? ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സിനുള്ള പോസിബിലിറ്റി ആയിരിക്കും വരിക. സോ നമ്മൾ അലവൻസസ് ഫോർ റിസീവ്സ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് റൈറ്റ് ഓഫ് ചെയ്യണം. ഇതാണ് നമ്മൾ പറയുന്ന റിസ്ക്. അവിടെ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് റിസ്ക് ആയിട്ട് പറയാം. അതേ സമയത്ത് തന്നെ നമ്മളോട് റിസീവ്സ് ഡേയ്സ് തന്നിട്ട് പറയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ റിസീവ്സ് ഡേയ്സ് 30 days ആയിരുന്നു, ഈ പ്രാവശ്യം 60 days ആയി എന്ന് പറഞ്ഞു. അവിടെയും നമ്മൾ പറയുന്നത് എന്ത് തന്നെയാണ്? പോസിബിലിറ്റി ഓഫ് ഹാവിങ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് ആണ്. പക്ഷെ ഇവിടെ എക്സാമിനർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് സെപ്പറേറ്റ് റിസ്ക് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് തരൂല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. പകരം എന്താ, ഇത് രണ്ടും ലീഡ് ചെയ്യുന്ന ഇഷ്യൂ സെയിം തന്നെയാണ്. അപ്പം അങ്ങനെ വരുന്ന കേസുകളിൽ യു ഹാവ് ടു കമ്പൈൻ ബോത്ത് റിസ്ക് ടുഗെദർ. എന്നിട്ട് അതൊരു സിംഗിൾ റിസ്ക് ആയിട്ട് എഴുതാൻ പാടുള്ളൂ, സെപ്പറേറ്റ് റിസ്ക് ആയിട്ട് കൊണ്ട് എഴുതി വെക്കരുത്, അവർ മാർക്ക് തരില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? നമ്മൾ പറയാം, the company, sorry, there are some concerns about credit worthiness of Allen company's customers, in addition to which receivables days has been increased from 30 days to 60 days. ഇങ്ങനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ പാർട്ട് പറയാം. എന്നിട്ട് നിങ്ങൾ പറയാം, therefore the company should have maintained allowances for receivables or bad and doubtful debt should be written off from the financial statements. If not, receivables will be overstated and related expenses will be understated. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞു വെക്കുക. അത് നമ്മൾ പറഞ്ഞ് 2 pieces of information സെയിം റിസ്കിലേക്കാണ് ലീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് മാത്രമേ ക്രെഡിറ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. ഇനി റിസ്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയാണ്, സ്പെസിഫിക്കലി എന്താണ് ഇമ്പാക്റ്റ് വന്നതെന്ന് തന്നെ നിങ്ങൾ എഴുതി പറയണം. അതായത് അവിടെ അസേഷൻ്റെ അകത്താണ് തെറ്റ് വന്നേക്കുന്നത്, അതായത് അവിടെ ഇപ്പം എന്താ പറയുക, ആക്യുറസിയാണ് തെറ്റായി പോയത്, കറക്റ്റ് അക്കൗണ്ടിങ് പീരീഡ് റെക്കോർഡ് ചെയ്തിട്ടില്ല, കട്ട് ഓഫിലാണ് മിസ്റ്റേക്ക് വന്നേക്കുന്നത്, കറക്റ്റ് അക്കൗണ്ടിങ് ഹെഡിൽ കാണിച്ചിട്ടില്ല, ക്ലാസിഫിക്കേഷനാണ് മിസ്റ്റേക്കഡ് ആയിരിക്കുന്നത്. അങ്ങനെ അസേഷനിൽ എന്താ തെറ്റ് വന്നതെന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് മിസ്റ്റേക്കാണ് വന്നത്, എക്സ്പെൻസ് അത് അൺടെസ്റ്റേറ്റഡ് ആണോ, ഓവർ സ്റ്റേറ്റഡ് ആണോ, എന്താ എന്ന് പറയാം. അല്ലെങ്കിൽ അത് എന്ത് റിസ്ക് ആണെന്ന് പറയാം, അത് ഇൻഹെറന്റ് റിസ്ക് ആണോ, കൺട്രോൾ റിസ്ക് ആണോ, ഡിറ്റക്ഷൻ റിസ്ക് ആണോ എന്ന് പറയാം. ഇപ്പോൾ ഒരു ന്യൂ ക്ലയന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന കേസ് നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, ഓഡിറ്ററായി നമുക്ക് ക്ലയന്റിനെ കുറിച്ച് പ്രോപ്പർ നോളജ് ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ എന്ത് റിസ്ക് ഉണ്ടാവുമെന്ന് പറയാം, ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത് നമ്മൾ. അപ്പം അങ്ങനെ എന്ത് റിസ്ക് ആണ് വരുന്നത് എന്നുള്ള കാര്യം പറയാം. നിങ്ങളോട് പറയാണ്, നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറൽ ആയിട്ട് മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് മാത്രം പറഞ്ഞു വെക്കരുത്. മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് മാത്രം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല.
നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവണം അവിടെ അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണോ ഉണ്ടായിരിക്കുന്നത്, ഓവർ സ്റ്റേറ്റ്മെന്റ് ആണോ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്താലായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞേക്കാണ് സ്പെസിഫിക് ഏരിയ ഏതാണെന്നുള്ളത് തന്നെ പറയാം ഇമ്പാക്റ്റഡ് ആവുന്നു. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കമ്പനി നോൺ കറന്റ് അസറ്റിന് മേലെ എന്തെങ്കിലും എക്സ്പെൻസുകൾ സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ അവിടെ നോൺ കറന്റ് അസറ്റ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് എന്ന് മാത്രം പറയരുത്. അവിടെയുള്ള നോൺ കറന്റ് അസറ്റ് ഏതാണെന്ന് നോക്കുക. PPയുടെ മേലെയാണ് കമ്പനി എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. നമ്മളവിടെ എന്തായാലും പറയണം, നോൺ കറന്റ് അസറ്റ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് എന്ന് പറയുന്നതിന് പകരം PPE വിൽ ബി ഓവർ സ്റ്റേറ്റഡ് എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ കമ്പനി ഒരു പേറ്റന്റ് വാങ്ങി എന്ന് പറഞ്ഞു, അതിന്റെ അമോർട്ടൈസേഷൻ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇൻടാഞ്ചിബിൾ അസറ്റ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് എന്നല്ല, പകരം എന്തെന്ന് തന്നെ പറയാം, പേറ്റന്റ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് എന്ന് തന്നെ പറയാം. അതായത് അവിടുത്തെ സ്പെസിഫിക് അസറ്റ് ഏതാണോ അതിന്റെ പേര് തന്നെ എടുത്ത് വേണം പറയാൻ. ജനറൽ ആയിട്ടുള്ള പേര് പറയണ്ട എന്നാണ് എക്സാമിനോട് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ മക്കളെ? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. മനസ്സിലായി? ഹലോ യെസ്. മറ്റേ മറ്റേ എന്താ ഫാർമക്യൂട്ടിക്കൽ കമ്പനിയിലെ ഫിനാൻസ് ഡയറക്ടർ മാറിയിട്ട് സാങ്കത്തെ ഫിനാൻസ് ഡയറക്ടർ വന്നു എന്ന് അവർ പറഞ്ഞില്ല നേരത്തെ. ആ. അത് ഇൻഹറന്റ് റിസ്ക് ആണോ? അത് ഇൻഹറന്റ് റിസ്ക് ആയിരിക്കും. യെസ്. അപ്പൊ നമുക്ക് അവിടെ കമ്പനിയുടെ ഇൻഹറന്റ് റിസ്ക് ഓപ്പറേഷനെ ബേസ് ചെയ്ത് വരുന്ന ഇഷ്യൂസ് എല്ലാം ഇൻഹറന്റ് റിസ്ക് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ആഡ് ഓൺ ചെയ്യാം അല്ലെ? ഇൻഹറന്റ് അതെ. റിസ്ക് ഇവിടെ ഉണ്ട്. ആ. ഇനി എപ്പോഴും നമ്മൾ ഇൻഹറന്റ് റിസ്ക് ആണോ, കൺട്രോൾ റിസ്ക് ആണോ, ഡിറ്റക്ഷൻ റിസ്ക് ആണോ എന്ന് പറയണ്ട കേട്ടോ. നമ്മളോട് പറഞ്ഞ് നമ്മൾ എന്ത് പറയാ, ഒന്നെങ്കിൽ ഏത് അസേർഷൻ മിസ്റ്റേറ്റഡ് ആയെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് അണ്ടർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് ആണോ വന്നതെന്ന് പറയാം. അതും അല്ലെങ്കിൽ ഏതാണ് റിസ്ക് എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ. അല്ലാണ്ട് നമ്മൾ എന്ത് പറയണ്ട, അണ്ടർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും പ്ലസ് ഇൻഹറന്റ് റിസ്ക് ആണ്, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഏതാണോ എക്സ്പ്ലനേഷൻ അതിനെ ബേസ് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ. ഇനി നോക്കി, എക്സാമിനർ നമ്മളോട് പറഞ്ഞേക്കാണ് പലപ്പോഴും റിസ്കിനെ ബേസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യാറുണ്ട്, തെറ്റായ ഒപ്പീനിയനുകൾ കൊടുക്കാറുണ്ട്. അതായത് തെറ്റായ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ആയിരിക്കും കൊടുത്തേക്കുന്നത്. അതായത് ഇറ്റ്സ് കോമൺ ടു എവ്രി എക്സാം, എല്ലാ അറ്റംപ്റ്റിനും സെയിം തന്നെയാണ്. അതായത് അവിടെ സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൽ അവർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ കഴിഞ്ഞ എക്സാം എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ഉള്ള എല്ലാ എക്സാമിനും ഇൻക്ലൂഡിങ് ഡിസംബർ എക്സാമിനടക്കം അവരെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്താണ് ശരിക്കും റിസ്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം അല്ല അവർ പറയുന്നത്. അതായത് എക്സാമിനർ തന്നേക്കുന്ന സിനാരിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലൈസ് ചെയ്തു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പല കുട്ടികളും പറഞ്ഞിരുന്ന റിസ്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ അമോർട്ടൈസേഷൻ പ്രോപ്പർലി ചെയ്തിട്ടുണ്ടാവില്ല, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും അമോർട്ടൈസ് ചെയ്യണം എന്നുള്ളതായിരുന്നു റിസ്ക് പറഞ്ഞു. അതാണ് അവിടെ ശരിക്കുള്ള റിസ്ക് ആണോ? അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചറിനെ അവർ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിച്ചു എന്ന് പറയുമ്പോൾ അമോർട്ടൈസേഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണോ അവിടെ വരുന്ന റിസ്ക്? അല്ല. ചെയ്യാൻ പാടില്ല. യെസ്. അവിടുത്തെ പ്രൈമറി റെക്കഗ്നീഷൻ ആണ് അവിടുത്തെ പ്രോബ്ലം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട്. നമുക്ക് കൺട്രോൾ ഉള്ള നമ്മുടെ കയ്യിൽ റൈറ്റ്സ് ഉള്ള അസറ്റ്സ് ആണ് നമ്മൾ എന്തായിട്ട് കാണിക്കുക, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് കാണിക്കുന്നത്. അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ഇസ് നോട്ട് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. അവിടെ എക്സ്പെൻഡിച്ചേഴ്സ് അണ്ടർസ്റ്റേറ്റഡ് ആണ്, ഇൻടാഞ്ചിബിൾ അസറ്റ് ആസ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഓവർ സ്റ്റേറ്റഡ് ആണെന്നുള്ളതാണ് നമ്മളടുത്ത് റിസ്ക് പറയാം. പക്ഷെ അത് നമ്മൾ പറഞ്ഞ് എക്സാമിന് പറയാണ്, ആ സമയത്ത് കുട്ടികളൊക്കെ റിസ്ക് പറഞ്ഞത് എന്തായിരുന്നു, ഇൻടാഞ്ചിബിൾ അസറ്റ് അമോർട്ടൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിസ്ക് പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ പറയാണ്, കമ്പനി ഒരു പുതിയ ലോൺ എടുത്തു എന്ന് പറഞ്ഞു, കമ്പനി ഹവ് ടേക്കൺ എ ന്യൂ ലോൺ. പല ആളുകളും, ഒരാളല്ല മൾട്ടിപ്പിൾ ആളുകൾ അവർ ജസ്റ്റിഫൈ ചെയ്തു എന്നാണ് പറയുന്നത്. കമ്പനി പുതിയ ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ കമ്പനിക്ക് അവിടെ എന്തോ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഗോയിങ് കൺസേൺ അഫക്റ്റഡ് ആവും, ഗോയിങ് കൺസേൺ ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടാവില്ല എന്നുള്ള റിസ്ക് ആണ് പലരും പറഞ്ഞിരുന്നത്. പക്ഷെ അതൊരു ഓവർ ജഡ്ജ്മെന്റ് ആണത്, ശരിയല്ലേ? കാരണം നമ്മളെപ്പോഴും പറയുന്നത് എന്താ, ഒരു ന്യൂ ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ കറണ്ടും നോൺ കറന്റ് ലയബിലിറ്റിയും സ്പ്ലിറ്റ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ഫിനാൻസ് കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ റിസ്ക് പറയുന്നത്. അല്ലാണ്ട് ഒരുപാട് ഓവർ ജഡ്ജ്മെന്റിലായിട്ട് പോയിട്ട് നിങ്ങൾ അവിടെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഗോയിങ് കൺസേൺ എന്താ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് എന്നുള്ള ബേസിസ് ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അവിടെ അതുകൊണ്ടാണ് പറഞ്ഞ് എക്സാമിനർ പറയാണ്, സിനാരിയോക്ക് തന്നേക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് മാത്രം നിങ്ങൾ ചിന്തിക്കുക. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ നമ്മളോട് പറയാണ്, നമ്മൾ റിസ്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യുന്നത് എന്താ, പ്രോപ്പർ റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ റെസ്പോൺസ് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സിനാരിയോനെ ബേസ് ചെയ്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള റെസ്പോൺസ് തന്നെ കൊടുക്കണം. അവിടെ നമ്മളോട് പറയാണ്,
ഇവിടെ എഴുതേണ്ടത് ഓഡിറ്റർ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്, അല്ലാണ്ട് മാനേജ്മെന്റിനോട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതല്ല നമ്മൾ പറയേണ്ടത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്റേണൽ കൺട്രോളിന്റെ ക്വസ്റ്റ്യൻസിന്റെ അകത്ത് കൺട്രോളിന്റെ അകത്തുള്ള പ്രശ്നം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ മാനേജ്മെന്റ് എന്ത് ആക്ഷൻ എടുക്കണം എന്നാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതേ സ്ഥാനത്ത് ഓഡിറ്റേഴ്സ് റെസ്പോൺസിന്റെ നമ്മൾ ചെയ്യുന്നതാണോ? അല്ല. ഇവിടെ മാനേജ്മെന്റ് എന്ത് ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത്. FSനകത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നറിയാൻ ഓഡിറ്ററായി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്യേണ്ടത് ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ആയിരിക്കണം, മാനേജ്മെന്റിന്റെ റെസ്പോൺസ് ആയിരിക്കരുത്. അതായത് ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നുണ്ടോ, കമ്പനിയുടെ റിസീവൽസ് കളക്ഷൻ പീരീഡ് കൂടി എന്ന് ക്വസ്റ്റനിൽ പറയാം. അപ്പൊ അവിടെ നമ്മൾ റെസ്പോൺസ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ക്രെഡിറ്റ് കൺട്രോളർ അപ്പോയിന്റ് ചെയ്യണം എന്നല്ല, പകരം എന്താ, റിസീവൽസ് ഡേയ്സ് കൂടിക്കഴിഞ്ഞാൽ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് ഉണ്ടാവും. അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ ഓഡിറ്ററായി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് വേണം നമ്മൾ പറയാൻ, അല്ലാണ്ട് ക്രെഡിറ്റ് കൺട്രോളറെ അപ്പോയിന്റ് ചെയ്യാനല്ല പറയേണ്ടത്. അതാ പറഞ്ഞ് കാൻഡിഡേറ്റ്സ് എപ്പോഴും എന്ത് ചെയ്യുക, ഓഡിറ്ററായി നമ്മൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് വേണം പറയാൻ, മാനേജ്മെന്റ് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചല്ല പറയേണ്ടത് റെസ്പോൺസ് എഴുതുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മളോട് പറയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല, പകരം ഓഡിറ്റ് ടീം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞാലും മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂ ക്ലയന്റ് ആണെന്ന് പറഞ്ഞു, അവിടെ നമ്മളൊരു പ്രൊസീജിയർ അല്ല എഴുതുക, പകരം നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓഡിറ്റർ എന്ത് ചെയ്യണം, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഡിറ്റ് ടീമിനെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് കൺസിഡർ ചെയ്യണം. അതിന് അവർ സഫീഷ്യൻറ്റ് ടൈം സ്പെൻഡ് ചെയ്ത് കമ്പനീനെ കുറിച്ചും അതിൻ്റെ ഇൻഡസ്ട്രീനെ കുറിച്ചും മനസ്സിലാക്കണം എന്നുള്ളതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പം ഇറ്റ്സ് നോട്ട് എ പ്രൊസീജിയർ, പകരം ഓഡിറ്റേഴ്സ് എടുക്കേണ്ട ഒരു റെസ്പോൺസ് അല്ലെ ആക്ഷനാണ് പറയേണ്ടത്. അല്ലെങ്കിൽ നമ്മളോട് പറയണം മൾട്ടിപ്പിൾ ഇൻവെന്ററി വെയർ ഹൗസ് ഉണ്ടെന്ന്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കാനുള്ള റെസ്പോൺസ് എന്തായിരുന്നു, ഓഡിറ്റർ ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്യണം ഏത് വെയർ ഹൗസിലായിരിക്കും ഓഡിറ്റർ ഇൻവെന്ററി കൗണ്ടിന് പോകുന്നതെന്നുള്ളത്. അതുണ്ടെങ്കിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി എവിടെയാണോ അവിടെ പോവുക, അല്ലെങ്കിൽ ഹൈ വാല്യൂ ഇൻവെന്ററി ഉള്ള എവിടെയാണോ അവിടെ പോവുക. അപ്പോൾ ഇതെന്താണ്, റെസ്പോൺസ് ആണ്, അവരെടുക്കേണ്ട ഒരു ആക്ഷൻ ആണ്. അപ്പം അങ്ങനെ പറഞ്ഞാലും മതി, പ്രൊസീജിയറായിട്ട് പറയണം നിർബന്ധമില്ല. ഇനി അതേപോലെ ഹലോ, നമ്മൾ പറയണം, സോറി, മാനേജ്മെന്റിന്റെ അടുത്ത് കറക്ഷൻ റിക്വസ്റ്റ് ചെയ്യാൻ പറയുന്നതിന് പ്രശ്നമുണ്ടല്ലോ. ഇല്ല, അതും ഓഡിറ്റർ ചെയ്യുന്ന ആക്ഷൻ അല്ലേ, മനസ്സിലായോ? ഓഡിറ്റർ എന്ത് ചെയ്യാൻ പറയാണ്, ഓഡിറ്റർ എടുക്കേണ്ട റെസ്പോൺസ് എന്താ, ഓഡിറ്റർ മാനേജ്മെന്റിന് ആക്ഷൻ പ്ലാൻ പറഞ്ഞു കൊടുക്കണം എന്ന് പറയാണ്. അതിന് കുഴപ്പമില്ല, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത് ഓഡിറ്റ് ടീം ചെയ്യുന്ന എന്ത് കാര്യത്തെ കുറിച്ച് വേണമെങ്കിലും പറയാം. ടീം എടുക്കേണ്ട റെസ്പോൺസ് എന്താണോ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞേക്കാണ്, നിങ്ങൾ ഒരു കാരണവശാലും ഈ പറയുന്ന റെസ്പോൺസ് എഴുതുമ്പം ഒരു പ്രോപ്പർ പിക്ചർ ഇല്ലാണ്ട് ഫുൾ എഴുതി വെക്കരുത്, ഫുൾ എഴുതി വെക്കാണ്ടിരിക്കരുത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലർ റെസ്പോൺസ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും, അതായത് കമ്പനിയുടെ അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് 10 ഇയേഴ്സിൽ നിന്ന് 20 ഇയേഴ്സ് ആക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയേണ്ടത്, അതായത് ജഡ്ജ്മെന്റൽ ഏരിയ ആണ്, പ്രോപ്പർ ജഡ്ജ്മെന്റ്സ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ FSനത് മിസ്റ്റേക്ക് വരും എന്നുള്ളതായിരിക്കും നമ്മൾ പറയാം. അതിന് റെസ്പോൺസ് എടുക്കേണ്ടത് എന്തായിരിക്കും, മാനേജ്മെന്റോട് നമ്മൾ ഡിസ്കസ് ചെയ്യണം അവരെന്ത് റാഷണലിന്റെ ബേസിസിൽ അല്ലെങ്കിൽ എന്ത് അസംഷന്റെ ബേസിസിലാണ് യൂസ്ഫുൾ ലൈഫ് 10 ഇയേഴ്സിൽ നിന്ന് 20 ഇയേഴ്സ് ആക്കിയത്. അതെന്തിനായിരിക്കും ഡിസ്കസ് ചെയ്യുക, അത് റീസണബിൾ ആണോ, ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ആണോ എന്ന് അറിയാം. അപ്പം നമ്മളവിടെ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് തന്നെ പറയണം, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് useful life of assets have been extended from 10 years to 20 years to consider whether it is reasonable and are in accordance with IAS 38 intangible assets. അപ്പം നമ്മളവിടെ പറയാണ്, ഇവിടെ ജസ്റ്റ് ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് മാത്രം റെസ്പോൺസ് ആയിട്ട് എഴുതി വെച്ചു. മാർക്ക് കിട്ടുമോ നമുക്ക്? ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. നിങ്ങൾ എന്താ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറയണം. ഇവിടെ നമ്മൾ പറഞ്ഞു ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് എന്ത് റാഷണൽ ബേസിസിലാണ് 10 ഇയേഴ്സിൽ നിന്ന് 20 ഇയേഴ്സ് ആക്കിയെന്ന്. എന്നിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസ്കസ് ചെയ്ത്, റീസണബിൾ ആണോ എന്ന് അറിയാനും സ്റ്റാൻഡേർഡ് പ്രകാരമാണോ എന്ന് അറിയാനും. അങ്ങനെ എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഒരിക്കലും ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് മാർക്ക് തരൂല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളോട് പറയാണ് ഡോക്യുമെന്ററി എവിഡൻസുകളൊക്കെ എന്തെങ്കിലും അവൈലബിൾ ആണെന്ന് നോക്കണം, ആണ് എന്നുണ്ടെങ്കിൽ അത് പറയാം. അതേപോലെ തന്നെ പറയാണ് എപ്പോഴും എവിഡൻസുകളെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ റിലയബിലിറ്റി ഓഫ് എവിഡൻസ് കൂടുതലുള്ളത് ഏതാണോ അത് പറയാൻ നോക്കുക. അതായത് ഇപ്പോൾ ഒരു വെർബൽ ആയിട്ടുള്ള കാര്യം ലോയറിനോട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് എന്തായിരിക്കും, ലോയറിനോട് കൺഫർമേഷൻ വാങ്ങാൻ പറയുന്നതായിരിക്കും. അതാ പറഞ്ഞത് എപ്പോഴും ഡോക്യുമെന്ററി എവിഡൻസുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ISA 500 നമ്മൾ പഠിച്ച എവിഡൻസിന്റെ റിലയബിലിറ്റിയുടെ ഫാക്ടേഴ്സും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ചു ഓർമ്മയുണ്ടോ, ഓറൽ എവിഡൻസ് ആയിരുന്നു റിട്ടൺ എവിഡൻസ് ആയിരുന്നു കൂടുതൽ റിലയബിൾ? റിട്ടൺ എവിഡൻസ് ഓഡിറ്റർ തന്നെ ഡയറക്ട്ലി ഒബ്റ്റൈൻ ചെയ്തായിരുന്നു, ക്ലയന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കൂടുതൽ റിലയബിൾ? ഡയറക്ട്ലി ഒബ്റ്റൈൻ ചെയ്യുന്നത്. ഇന്റേണൽ സോഴ്സിൽ നിന്ന് മാനേജ്മെന്റിൽ നിന്ന് കിട്ടിയ എവിഡൻസ് ആയിരിക്കും, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് തേർഡ് പാർട്ടിയുടെ നിന്ന് കിട്ടിയ എവിഡൻസ് ആയിരിക്കും കൂടുതൽ റിലയബിൾ? എക്സ്റ്റേണൽ
എക്സ്റ്റേണൽ സോഴ്സ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ആസ് ദി എഫിഷ്യൻസി ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഇൻക്രീസസ് റിലയബിലിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. ഇനി അതിന് പറയുമ്പോൾ പറഞ്ഞു ഒറിജിനൽ ഡോക്യുമെന്റ്സ് വിൽ ബി ഓൾവേസ് റിലയബിൾ ദാൻ ഫോട്ടോ കോപ്പീസ്. അപ്പം ഇത് നോക്കിയിട്ട് റിലയബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. റിലയബിലിറ്റി ഏത് എവിഡൻസിനാണ് ഏറ്റവും കൂടുതലുള്ളത് അത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഓക്കെ. സോ അപ്പോൾ ഇത്രയും കാര്യമാണ് എക്സാമിനർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവിടെ എക്സാമിനർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, എപ്പോഴും ആലോചിച്ച് നോക്കുക, എത്ര റിസ്ക് ആണ് നിങ്ങളോട് ചോദിക്കുന്നത് അതിനേക്കാളും കൂടുതൽ എന്താണെങ്കിലും അവിടെ ഉണ്ടാവും, സിനാരിയോക്കകത്ത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പർലി എല്ലാ റിസ്കുകളും വായിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും പ്രോപ്പർലി നിങ്ങൾക്ക് ഏത് റിസ്ക് ആണോ എഴുതാൻ പറ്റുന്നത് നോക്കുക, ആ റിസ്ക് മാത്രം പിക്ക് ചെയ്തിട്ട് എഴുതി പോവുക. സോ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു ഡു വെൻ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് ഇൻ റിലേഷൻ ടു ദ ഓഡിറ്റ് റിസ്ക്. ക്ലിയർ അല്ലേ? പക്ക? സാറേ അപ്പൊ നമ്മള് ബാങ്ക് റീകൺസിലേഷന്റെ ഒക്കെ ഒരു കോപ്പി ഒബ്റ്റെയിൻ ചെയ്യാൻ പറയില്ലേ? ആ. അപ്പൊ അവിടെ കോപ്പി എന്ന് പറയാണ്ട് ഒറിജിനൽ തന്നെ പറയുന്നതായിരിക്കും. അല്ല, ഒപ്റ്റൈൻ കോപ്പി ഓഫ് ബാങ്ക് റീകൺസിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അല്ലടാ, ഡോക്യുമെന്റ്സിന്റെ കോപ്പി ഉദ്ദേശിക്കുക. ഡോക്യുമെന്ററി എവിഡൻസ് അല്ലേ? അതായത് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ കമ്പനി ഒരു ലോൺ എഗ്രിമെന്റ് കമ്പനി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലോൺ എഗ്രിമെന്റിന്റെ കോപ്പി ആയിരിക്കും നമ്മൾ, സോറി, ആ ലോൺ എഗ്രിമെന്റ് ഒറിജിനൽ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. മനസ്സിലായോ? അല്ലെ കമ്പനിക്ക് ഒരു അസറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അസറ്റിന്റെ ഒറിജിനൽ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. കോപ്പി എന്ന് എടുക്കുന്നത് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റേഷന്റെ പർപ്പസ് വേണ്ടി എടുക്കുന്ന. മനസ്സിലായോ? ഓക്കെ. ഓക്കെ. ഇനി നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഡിസ്കസ് ചെയ്തതിനെ വെച്ചിട്ട് വി വിൽ ജസ്റ്റ് ഗോ ത്രൂ എ ക്വസ്റ്റ്യൻ. സോ നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാക്പി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മളോട് ചോദിച്ചേക്കുന്നത് റിസ്ക് ആൻഡ് റെസ്പോൺസസ് ആണ്. ദേ ഹാവ് ആസ്ക്ഡ് us for 8 risk and 8 responses. And if you look at the scenario, they have also asked us to have calculation on some set of ratios. പക്ഷെ നമുക്ക് ഒരുപാട് റേഷ്യോസ് തന്നിട്ടില്ല. അവർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും പേയബിൾസ് പേയ്മെന്റ് പീരീഡും മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ അവർ പറഞ്ഞേക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇപ്പോൾ സിനാരിയോ വായിച്ച് നോക്കുക. ഇപ്പോൾ സിനാരിയോ വായിച്ച് നോക്കുന്ന സമയത്ത് ചില സെറ്റ് ഓഫ് റേഷ്യോസ് അവർ തന്നെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ അവർ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡും റിസീവ്സ് കളക്ഷൻ പീരീഡും അവർ തന്നെ ഓൾറെഡി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റേഷ്യോസിന് പുറമെ ഈ പറയുന്ന റേഷ്യോസിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസും കൂടെ നോക്കുക. അതും കൂടെ വെച്ചിട്ട് വേണം റിസ്ക് എഴുതി പോകാനായിട്ട്. ഇനി ഇതിന് പുറമെ വേറെ എന്തെങ്കിലും റേഷ്യോസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, ഓൾറെഡി തന്നേക്കുന്ന റേഷ്യോസും ആൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന റേഷ്യോസും ചെയ്തതിന് ശേഷം മാത്രം അത് ചെയ്താൽ മതി. കാരണം പുതിയ റേഷ്യോസ് നമ്മളോട് ചോദിച്ചതിന് പുറമെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് അഡീഷണൽ മാർക്കൊന്നും കിട്ടില്ല. പക്ഷെ അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക് എഴുതിയാൽ അതിൻ്റെ മാർക്ക് കിട്ടും. അപ്പം കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ 1 മാർക്കാണ് ഫോർ ഈച്ച് ഇയർ കിട്ടുക. അതായത് ഈച്ച് ഇയർ എന്ന് വെച്ചാൽ ഫോർ ബോത്ത് ഇയേഴ്സ് സിംഗിൾ റേഷ്യോയ്ക്ക് 1 മാർക്കായിരിക്കും കിട്ടുക. 2 റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇൻ ടോട്ടൽ 2 മാർക്സ്. അപ്പോൾ ഒരു കാര്യം ചെയ്ത് എല്ലാവരും ജസ്റ്റ് ഈ സിനാരിയോ ഒന്ന് വായിച്ച് നോക്കുകയും ആൻഡ് അവർ പറഞ്ഞ റേഷ്യോസ് ഏതൊക്കെയാണോ അതും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഇതിന് ഇവിടെ എന്തൊക്കെയാണ് റിസ്ക് ഉള്ളതെന്നൊന്ന് കണ്ടുപിടിച്ച എല്ലാവരും. സോ അപ്പോൾ ആരെങ്കിലും റെക്കോർഡിംഗ് ആണ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ. സോ അപ്പം റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തൊന്ന് ആദ്യം തന്നെ പറഞ്ഞേ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കറണ്ട് ഇയറിൽ എത്ര വരിക? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എത്ര മക്കളെ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 0.8. 1.8. ഓക്കെ, 1.8%. പ്രീവിയസ് ഇയറിലോ? 4.6. ഓക്കെ, 4.6%. And what about the payables payment period? Current yearൽ എത്ര വരിക? 64 days. Previous yearലോ? 81 days. ഓക്കെ. ഇനി ഇതിന് പുറമെ നമുക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട്? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ തന്നിട്ടുണ്ട് അവർ ഓൾറെഡി 50% ആണ് കറണ്ട് ഇയറിൽ. പ്രീവിയസ് ഇയറിൽ 44% ആയിരുന്നു. ഇൻവെന്ററി ഹോൾഡിംഗ് ഡേയ്സ് തന്നിട്ടുണ്ട്. റിസീവ്സ് കളക്ഷൻ പീരീഡ് തന്നിട്ടുണ്ട്. ഓക്കെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ സിനാരിയോ. It is 1st July 2015. You are the audit supervisor at Crow & Co. and are finalizing the planning for the new client, MacPick Company, for forthcoming audit for the year ending 31st July 2015. MacPick Company is a retailer of garden supplies which operates from 20 stores across the country and employs 400 staff. The audit manager has attended a meeting with the finance director and has provided you with the following notes of that meeting and financial statements extracts. അപ്പോൾ ഇത്രയാണ് നമ്മളോട് ഇനീഷ്യലി പറഞ്ഞേക്കുന്നത്. ആൻഡ് ആസ് ഐ ഓൾവേസ് യൂസ് ടു മെൻഷൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദി ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. കാരണം നമ്മളോട് അവിടെ കുറച്ച് റിസ്കുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഇൻ അഡീഷൻ ടു ദാറ്റ് ഇയർ ആൻഡ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ഇയർ ആൻഡ് ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ലേറ്റർ ഓൺ നിങ്ങളോട് വേറെ ഏതെങ്കിലും ഡേറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു എന്നൊക്കെ പറയും. ഇപ്പോൾ ഇയർ ആൻഡ് ഡേറ്റിന് ശേഷമാണെങ്കിൽ അതെന്തായിരിക്കും, ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ആയിരിക്കും. അഡ്ജസ്റ്റിംഗ് ഇവൻറ്റും നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ഒക്കെ വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ ഇയർ ആൻഡ് ഡേറ്റ് എപ്പോഴും മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ വേറെ എന്താ ഇവിടെ റിസ്ക് ഉള്ളത് ഫ്രം ദി ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്? എന്തെങ്കിലും ഉണ്ടോ? ന്യൂ ക്ലയന്റ്. New client. Okay, they've clearly mentioned that it's a new audit client for the audit firm. So when there is a new audit client, അവിടെ നമ്മൾ പറയാനുള്ള റിസ്ക് എന്തായിരുന്നു? ഓഡിറ്റ് ടീം Detection അക്കൗണ്ടിംഗ് risk. പോളിസീസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ബാലൻസസ് ഫെമിലിയർ ആവില്ല. ഓക്കെ, ഓഡിറ്ററെ നമുക്ക് ക്ലയന്റ് കമ്പനിയുടെ ട്രാൻസാക്ഷൻസും അക്കൗണ്ടിങ് പോളിസീസും അല്ലെങ്കിൽ ബാലൻസ് Balances. ഷീറ്റുമായിട്ട് എന്തായിരിക്കില്ല, ഫെമിലിയർ ആയിരിക്കത്തില്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള പറയാം, ഡിറ്റക്ഷൻ റിസ്ക്. ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. കാരണം എന്തായിരിക്കും, ഓഡിറ്ററെ നമുക്ക് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായിരിക്കും നമ്മളവിടെ പറയുന്ന റിസ്ക്. അപ്പോൾ നിങ്ങൾ എന്ത് പറയാം? നിങ്ങൾ പറയാം McAfee company is a new audit client for Crowe & Co. Therefore, the audit team will not be familiar with the client's accounting policies, transactions, and balances. Therefore, auditor might not be able to obtain sufficient appropriate audit evidence, resulting in detection risk. ഇനി അവിടെ കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? ഓഡിറ്ററെ നമുക്ക് എന്ത് ആക്ഷൻ ആയിരിക്കും എടുക്കാൻ പറ്റുക? നല്ല ടീമിനെ യൂസ് ചെയ്യും. സ്യൂട്ടബിളി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ടീമിനെ യൂസ് ചെയ്യുക. അത് നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യമാണ്. ന്യൂ ക്ലയൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ടൈം സ്പെൻഡ് ചെയ്ത് എൻറ്റിറ്റിനെ കുറിച്ചും അതിൻ്റെ എൻവയോൺമെൻറ്റിനെ കുറിച്ചും എല്ലാം മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ റിസ്ക് ഓഫ് മിസ്റ്റേക്സ് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെ വേണം നിങ്ങൾ റെസ്പോൺസ് ആയിട്ട് പറയാൻ. നിങ്ങൾ പറയാം എന്ത്? Crowe & Co. should consider using a suitably experienced audit team, and they should spend sufficient time on understanding about the entity and assessing risk of material misstatements. Clear line? Is it clear, everyone? Okay. Yes, sir. During the year, company spent 0.75 million on refurbishing its stores to improve customer experience. All of these expenditures have been recognized in the statement of financial position as property, plant, and equipment. In addition, company also installed a new sales system during the year, which records all sales and receivables. The system enables daily sales from each stores to automatically reported to the centralized finance department at the end of each working day. A system is from a market leading provider. It was felt not necessary to run old and new system in parallel. Customers are able to pay for the goods using either cash or credit card. At the end of the working day, stores manager generates a report from each cash register, which confirms the cash taking. The cash is then counted and compared to the report. Since the new sales system was installed, head office now receives daily cash taking report, which have shown an increased number of cash shortages at each store. These differences have not been investigated or reconciled on the basis that they have only been small amounts. അപ്പോൾ നിങ്ങൾ സിനാരിയോ ആദ്യമേ പ്രോപ്പർലി അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളോട് ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഈ വർഷം അവർ 0.75 million ആണ് അവരുടെ കസ്റ്റമർ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോഴ്സിൽ സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. അവരെല്ലാ എക്സ്പെൻഡിച്ചേഴ്സും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലാണ് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അതിന് പുറമെ കമ്പനി ഒരു ന്യൂ സെയിൽസ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്താണ് എല്ലാ സെയിൽസും റിസീവ്സും റെക്കോർഡ് ചെയ്യുന്നത്. ഈ സെയിൽസ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും ഓട്ടോമാറ്റിക്കലി. ആൻഡ് നമ്മളോട് പറഞ്ഞു ഈ സെയിൽസ് സിസ്റ്റം ഒരു ഭയങ്കര മേജർ ആയിട്ടുള്ള മാർക്കറ്റ് ലീഡിങ് പ്രൊവൈഡറാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് അവർ പഴയ സിസ്റ്റവും പുതിയ സിസ്റ്റവും പാരലലായിട്ടൊന്നും റൺ ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ദെൻ നമ്മളോട് പറഞ്ഞു കസ്റ്റമേഴ്സിന് ക്യാഷ് ആയിട്ടും ക്രെഡിറ്റ് കാർഡായിട്ടും പേയ്മെൻറ്റ്സ് കൊടുക്കാം. ആൻഡ് എല്ലാ വർക്കിംഗ് ഡേയുടെയും എൻഡിൽ സ്റ്റോഴ്സ് മാനേജർ എന്ത് ചെയ്യും? അന്നത്തെ ദിവസം ക്യാഷ് വന്നേക്കുന്ന മൊത്തം ലിസ്റ്റ് എടുക്കും. എന്നിട്ട് ക്യാഷ് ടേക്കിംഗ് എത്രയാണോ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കും. ക്യാഷ് കൗണ്ട് ചെയ്തിട്ട് റിപ്പോർട്ടുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുതിയ സെയിൽസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെഡ് ഓഫീസിന് എന്ത് കിട്ടുമെന്ന് പറഞ്ഞു? ഡെയിലി ബേസിസിൽ ഈ ക്യാഷ് റിപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ ഈ ഡെയിലി വരുന്ന ക്യാഷ് റിപ്പോർട്ടിൻ്റെ അകത്തും ക്യാഷ് കളക്ട് ചെയ്തതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുവോ അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിൽ വേറെ ഫേർദർ റീകൺസിലേഷൻ നടത്തുകയൊന്നും ചെയ്തിട്ടില്ല. കാരണം അവിടെ നിന്നും കാണാണ്ട് പോകുന്ന എമൗണ്ട് ഭയങ്കര ചെറിയ എമൗണ്ടുകളാണെന്ന് പറഞ്ഞു. അപ്പം ഇത്രയാണ് നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയായിരിക്കും റിസ്ക് പറയാൻ പറ്റുക? എന്തൊക്കെ റിസ്ക് ഉള്ളത്?
റിസ്കിന്റെ മീനിങ് മാത്രം പറഞ്ഞാൽ മതി. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, റിസ്ക് നമുക്ക് ബൈ ഹെർട്ട് ചെയ്തിട്ടല്ലേ ബാക്കിൽ ആൻസർ നോക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ എക്സാം പാസ്സാവുമോ? ഇല്ല, എക്സാം റിസൾട്ട് എന്താവും? നള്ളിഫൈഡ് ആവും. സോ റിസ്ക് ഒരിക്കലും ബാക്ക് ആൻസേഴ്സ് നോക്കി എഴുതരുത്. നിങ്ങൾ ഓൺ വേർഡ്സിൽ മാത്രമേ റിസ്ക് എഴുതാൻ പാടുള്ളൂ. അപ്പം ഫോർ വിച്ച് ഒരു കാര്യം ചെയ്യേ, മനസ്സിലാവുന്ന രീതിയിൽ മീനിങ് പറ. എന്താ നമുക്ക് ഇവിടെ റിസ്ക് ആയിട്ട് വരിക? ക്യാഷ് ബേസിക് റിസ്ക് ഇല്ലേ? ഷോർട്ടേജസിന്റെ ആ ഡിഫറൻസ് അവര് കറക്റ്റ് ചെയ്യുന്നില്ല, അപ്പം ക്യാഷ് ബാലൻസസ് സ്റ്റേറ്റഡ് ആവില്ല. ഓക്കെ ഫൈൻ. അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? നിങ്ങൾ പറഞ്ഞു ക്യാഷ് രജിസ്റ്ററും അതേപോലെ തന്നെ ഡെയിലി ക്യാഷ് റെസിപ്റ്റ്സ് വന്നേക്കുന്നതും തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് റീകൺസൈൽ ചെയ്യുകയോ ചെയ്യുന്നില്ല. അതിനവർ പറഞ്ഞ കാരണം എന്താ? അത് സ്മോൾ എമൗണ്ട്സ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവർ ചെയ്യാത്തതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇഷ്യൂ എന്താ? ഓക്കെ പറഞ്ഞു, എന്താ അവിടെ ഉണ്ടാവുന്ന ഇഷ്യൂ? സ്മോൾ എമൗണ്ട്സ് കൂടി മെറ്റീരിയൽ ആയിട്ടുള്ള എമൗണ്ട് ആവാം. അതായത് ഡെയിലി ക്യാഷ് രജിസ്റ്റേഴ്സ് എടുക്കുമ്പോഴാണ് ഈ പറയുന്ന സ്മോൾ എമൗണ്ട്സ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ക്യുമുലേറ്റഡ് ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും അത് എന്തായി മാറാൻ ചാൻസ് ഉണ്ട്? അതൊരു ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? ഹൈലി മെറ്റീരിയൽ ആയിരിക്കും. അപ്പം അവിടെ എന്തായിരിക്കും സംഭവിക്കുക? അത് അപ്രോപ്രിയറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ക്യാഷ് ബാലൻസസ് ക്യാഷ് ബാലൻസസ് അണ്ടർസ്റ്റേറ്റഡ് ആവും. ഇത് എന്ത് റിസ്ക് ആണ് ശരിക്കും? ഇത് ഇൻഹെറന്റ് റിസ്ക് ആണോ, കൺട്രോൾ റിസ്ക് ആണോ, ഡിറ്റക്ഷൻ റിസ്ക് ആണോ? കൺട്രോൾ കൺട്രോൾ റിസ്ക് ആണ് അല്ലേ? ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ കൺട്രോൾ റിസ്ക്. കാരണം എന്താണ്? അവിടെ അത് കറക്റ്റ് ആയിട്ട് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് വേണം നിങ്ങൾ പറയാനായിട്ട്. നിങ്ങൾ എന്ത് പറയാ? നിങ്ങൾ ഇവിടുത്തെ സിനാരിയോ നോക്കിയിട്ട് തന്നെ പറയാം. There have been differences arising between ഏതൊക്കെയാണ് നമ്മുടെ ഇവിടെ പറയേണ്ടത്? ക്യാഷ് രജിസ്റ്റേഴ്സ് ആൻഡ് ഡെയിലി ക്യാഷ് റെസിപ്റ്റ്സ് റിഫ്ലക്റ്റഡ് ഇൻ ദ സിസ്റ്റം, and these differences are not reconciled or investigated as it represents small amounts. അപ്പോൾ അത് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ പാർട്ടായി. ഇനി സിനാരിയോനെ ബേസ് ചെയ്ത് നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുന്നത്? If the differences are not investigated and corrected on timely basis, it will lead to control risk, which will result in significant fraudulent transactions being performed in the company when the cumulative amount of misstatements are considered. അവിടെ നമുക്ക് കൊടുക്കാൻ വരുന്ന റെസ്പോൺസ് എന്തായിരിക്കും? അവിടെ ഓഡിറ്ററായി നമുക്ക് എടുക്കാൻ വരുന്ന റെസ്പോൺസ് എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ മാനേജ്മെന്റായിട്ട് ഡിസ്കസ് ചെയ്യും? നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഡയറക്ടേഴ്സുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അവരെന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ നോക്കാത്തതെന്നുള്ള കാര്യം. ആൻഡ് ഫോളോഡ് ബൈ ദാറ്റ് നമുക്ക് അവിടെ എന്ത് ചെയ്യാനും പറയാം? പ്രൊഫഷണൽ സ്കെപ്റ്റിസിസവും അതേപോലെ തന്നെ അലേർട്ടും ആയിരിക്കണം എന്ന് പറയാം ടോട്ടൽ ഓഡിറ്റിംഗ് ത്രൂ ഔട്ട് ദ ഓഡിറ്റ്. ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ വേറെന്ത് ഇഷ്യൂ ഉള്ളത്? ഒരു കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള റിസ്ക് അല്ലേ? അവർ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? 0.75 അവരെന്ത് ചെയ്തു? റീഫർബിഷ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ആൻഡ് ആ എല്ലാ എക്സ്പെൻസും അവർ SOFPക്ക് അത് PP ആയിട്ട് കാണിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിസ്ക് അത് ഏതാ സ്റ്റാൻഡേർഡ് വരിക? IAS 38 ആണോ? അല്ല, IAS 16 ആണ് അല്ലേ? റീഫർബിഷ്മെന്റ് ഓഫ് സ്റ്റോഴ്സ് ആണ് അവർ നടത്തിയിരിക്കുന്നത്. ഫിസിക്കൽ ഇൻവെന്ററി അല്ലേ? നോൺ കറന്റ് അസറ്റ് അല്ലേ? ഓക്കെ, ഇറ്റ്സ് IAS 16 ആണ് PP. As per IAS 16, especially when a company performs refurbishment, മൊത്തം എമൗണ്ട് എടുത്ത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസസ് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുള്ളൂ. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഓർമ്മയില്ലേ? എന്തായിരുന്നു? മേജർ ഓവർഹൗഡിങ് എക്സ്പെൻഡിച്ചേഴ്സ് അല്ലെങ്കിൽ എനി എക്സ്പെൻഡിച്ചേഴ്സ് ദാറ്റ് വിൽ ഇൻക്രീസ് ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ് അല്ലെങ്കിൽ ഇക്കണോമിക് ബെനിഫിറ്റ് പ്രൊവൈഡഡ് ബൈ ദ അസറ്റ്സ്, അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത എല്ലാ എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചിട്ടുള്ളത്? റവന്യൂ എക്സ്പെൻസ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട് അല്ലേ? അവിടെ ഉണ്ടാവുന്ന എന്താണ് ഇവിടെ? കമ്പനി റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്തായിരിക്കും ഓവർസ്റ്റേറ്റഡ് ആവുക? PP will be overstated and related revenue expenditures എന്തായിരിക്കും? Understated ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത് തന്നെ നിങ്ങൾ പറയണ്ട. അപ്പൊ നിങ്ങൾ സിനാരിയോ നോക്കിയിട്ട് പറയാം. ഡ്യൂറിംഗ് ദി ഇയർ Macquarie company have spent 0.75 million on refurbishment of its stores, and all expenditures spent on refurbishment has been capitalized as PPE. As per IAS 16 property, plant and equipment, only those expenditures that meets criteria for capitalization should be capitalized, or else the revenue expenditures will be understated and PP will be overstated. Okay.
അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? സാർ ഒരു ഡൗട്ട്, ആ. ഈ കേസിൽ കസ്റ്റമർ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനല്ലേ ഈ റീഫർബ് ചെയ്തിരിക്കുന്നത്? അപ്പോ എക്കണോമിക് ബെനിഫിറ്റ് കൂടാൻ സാധ്യതയില്ലേ? അപ്പൊ നമ്മള് പറഞ്ഞു ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല? എടാ, എക്സ്പീരിയൻസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ എക്സ്പീരിയൻസ് കൂടും. ഓക്കെ, കസ്റ്റമർ എക്സ്പീരിയൻസ് കൂടുന്ന സമയത്തും അതിൻ്റെ അകത്ത് എക്സ്പെൻഡിച്ചറിന്റെ സ്പ്ലിറ്റ് എന്താണോ അതിൽ തന്നെ ഓക്കെ ആവണം. മനസ്സിലായോ? ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും സാധനമാണ് അവിടെ വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷെ അതേ സമയത്ത് ഈ സ്റ്റോറിൻ്റെ അകത്ത് കസ്റ്റമർ എക്സ്പീരിയൻസ് കൂടാൻ വേണ്ടി അവർ പെയിന്റാണ് ചെയ്തേക്കുന്നത്. പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേക്കുന്ന എമൗണ്ട് ആണെങ്കിൽ എന്താണ്? റവന്യൂ എക്സ്പെൻസാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാമായിരുന്നല്ലേ? അതായത് നമ്മൾ പറഞ്ഞു സ്പെസിഫിക്കലി നമുക്ക് എന്ത് വേണം? ഈ ടോട്ടൽ സ്പെൻഡ് ചെയ്തേക്കുന്ന 0.75 മില്യന്റെ ബ്രേക്ക് ഡൗൺ വേണം. അതിൻ്റെ അകത്ത് ഓരോന്നും എങ്ങനെയാണ് ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് നോക്കുന്നത്, അല്ല ടോട്ടൽ എമൗണ്ട് അല്ല നമ്മൾ നോക്കുക. മനസ്സിലായോ? ഓക്കെ ഓക്കെ, ഇത് Okay. ടോട്ടലായിട്ട് പറഞ്ഞത് കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലേ? അതെ. അതുപോലെ തന്നെ ഇപ്പം സ്റ്റോഴ്സിന്റെ റീഫോർബിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു പുതിയൊരു എക്യുപ്മെന്റ് അവിടെ വെച്ചിട്ടുണ്ട്. ആ എക്യുപ്മെന്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ എക്യുപ്മെന്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് എംപ്ലോയീസിന് കൊടുത്തിട്ടുണ്ട്. അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ? അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ Okay. പറഞ്ഞ ബ്രേക്ക് ഡൗൺ വെച്ചിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ സർ, താങ്ക് അപ്പൊ അതിനെ ബേസ് ചെയ്ത് റെസ്പോൺസും പറഞ്ഞോ, എന്തായിരിക്കും റെസ്പോൺസ് എടുക്കാൻ പറ്റുക? Breakdown. റിഫർബിഷ്മെന്റ് കോസ്റ്റിന്റെ ബ്രേക്ക് ഡൗൺ എന്തായിരിക്കും? ഒബ്ടൈൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് അവിടെ ശ്രദ്ധിക്കണം. ബ്രേക്ക് ഡൗൺ ഓഫ് റീഫോർബിഷ്മെന്റ് എന്ന് മാത്രം പറയുന്നതിന് പകരം എന്തും കൂടെ കൂട്ടിയിട്ട് പറയാം. നമുക്ക് സിനാരിയോയ്ക്ക് തന്നിരിക്കുന്ന ഫിഗർ അടക്കം കൂട്ടിയിട്ട് പറയാം പ്രിഫറബിളി. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ഒബ്ടൈൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് 0.75 million related to 0.75 million spent on refurbishment of new stores in order to confirm whether split between revenue and capital. revenue and Expenses. capital expenditures have been done in accordance with the standards. Okay. However, ഇനി ഇത് പറയുന്നതിന് ഒരു ചെറിയ വ്യത്യാസം വരുത്തണം. അതായത് നമ്മൾ സാധാരണ ഒരു ബ്രേക്ക് ഡൗൺ, അതായത് ഇവർ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായിട്ട് കാണിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയാം. ഇവിടെ നമ്മൾ പറയുമ്പോൾ സ്ലൈറ്റ് ഒരു വ്യത്യാസം വരുത്തുക. ഇവർ റവന്യൂ നേച്ചറുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഏതെങ്കിലും ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാമെന്ന് പറയാം. ക്ലിയർ ആയോ? കാരണം എന്താ? ഇവർ മൊത്തം എടുത്ത് ക്യാപിറ്റലൈസ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ റവന്യൂ നേച്ചറിലുള്ള ഏതെങ്കിലും ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ ബ്രേക്ക് ഡൗൺ എടുക്കാനായിട്ട് പറഞ്ഞാൽ മതി. മനസ്സിലായോ? നമ്മൾ പറയുമ്പോൾ എന്ത് പറഞ്ഞാൽ മതി? ചെറിയൊരു റീവേർഡിങ് വരുത്തിയാൽ മതി. ഒബ്ടൈൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് 0.75 million spent on refurbishment of new stores in order to consider whether any expenditures relating to the revenue nature has been capitalized, which are not in accordance with IAS 16. Clear ayo? Yes. Okay. സർ, ഇപ്പം മറ്റേ പിപിയുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതാണ് നമ്മൾ പറഞ്ഞത്. ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ കുറേ എക്സ്പെൻസസും നടത്തിയിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ഡയറക്ട്ലി അസറ്റുമായിട്ട് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ. സാർ യെസ് പ്ലീസ്. സാർ നമ്മുടെ മറ്റേ രണ്ടാമത്തെ റിസ്ക് ഇല്ലേ, സ്മോൾ എമൗണ്ട്, അതില് നമുക്ക് മറ്റേ റെസ്പോൺസ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അതായത് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്തിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുക, ഇങ്ങനെ സ്മോൾ എമൗണ്ട് അല്ലെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിലും റീകൺസൈൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അത് സെക്കൻഡറി പോയിന്റ് ആയിട്ട് വരുള്ളൂ. പ്രൈമറി പോയിന്റ് എന്ന് പറയുന്നത് FS-നകത്ത് കറന്റ് മിസ്റ്റേക്ക് വന്നേക്കുന്ന അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള. ഓക്കെ. ഇപ്പൊ നമ്മുടെ സ്റ്റോറിന് ഒരു സെക്കൻഡ് ഫ്ലോർ കൊണ്ടുവരുവാണെങ്കിൽ ആ സെക്കൻഡ് ഫ്ലോറിന്റെ കോസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതാ? ഇപ്പൊ നമ്മുടെ സ്റ്റോറിന് പുതിയൊരു ഫ്ലോർ കൊണ്ടുവരും, അപ്പൊ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. യെസ്. What's the next thing from the same paragraph? ഭയങ്കര സിമ്പിൾ പോയിന്റ് ആണല്ലോ. എന്താ അവിടെ ഉള്ളത്? ഓൾഡ് ആൻഡ് ന്യൂ സിസ്റ്റം പാരലലി റൺ ചെയ്യാത്തതാണ്. ഓക്കെ, ഓൾഡ് ആൻഡ് ന്യൂ സിസ്റ്റം പാരലലി റൺ ചെയ്യുന്നില്ല. അതിന് തൊട്ട് മുന്നേ ഉണ്ടാക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്താ? New sales system. Install ചെയ്തിട്ടുണ്ട്. അവര് ന്യൂ സെയിൽസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ? നമ്മൾ എപ്പോഴും സിമ്പിൾ ആയിട്ട് പഠിച്ചുള്ള റിസ്ക് ആണ് വെൻ ദർ ഇസ് ആൻ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ സിസ്റ്റം. ആൻഡ് അവിടെ നമ്മൾ പറയാനുള്ള ഒരു കാര്യമാണ്, പഴയ സിസ്റ്റത്തിൽ നിന്ന് പുതിയ സിസ്റ്റത്തിലേക്ക് അവർ എന്ത് ചെയ്യണം? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. ആൻഡ് ഓൾഡ് ആൻഡ് ന്യൂ സിസ്റ്റം അവർ പാരലലി റൺ ചെയ്ത് നോക്കണം രണ്ടിന്റെ ഔട്ട് സെയിം ആണ് വരുന്നതെന്ന്. പക്ഷെ ഇവർ പറഞ്ഞെന്താ?
പഴയ സിസ്റ്റത്തിൽ നിന്ന് അവർ പുതിയ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു? സെയിൽസ് ആൻഡ് Transfer. റിസീവ്സിന്റെ ഡേറ്റ എല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഹൗവെവർ അതൊരു മാർക്കറ്റ് ലീഡിംഗ് പ്രൊവൈഡർ ആയിട്ട് ഉള്ള ആൾ കൊടുത്തേക്കുന്ന സിസ്റ്റം ആയതുകൊണ്ട് അവരത് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വളരെ ഈസി ആയിട്ടുള്ള റിസ്ക് ആണ് അവിടെ. അവിടെ എന്താ റിസ്ക് ഉണ്ടായിരിക്കുന്നപ്പോൾ? ഡാറ്റ ട്രാൻസ്ഫർ Transfer ചെയ്യുമ്പോൾ ചെയ്യണം. ആവശ്യമുള്ള ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവും. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇവർ ആഡിക്വേറ്റ് കൺട്രോൾസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന ഡേറ്റയ്ക്കകത്ത് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ഒമിഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആവും. ഇവിടെ ഇവർ ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന ഡേറ്റ എന്താ? Sales and receivables. സെയിൽസ് ആൻഡ് റിസീവ്സ് ആണ്. അപ്പോൾ സെയിൽസ് ആൻഡ് റിസീവ്സ് എന്താവും? അണ്ടർസ്റ്റേറ്റഡ് ആവും, അല്ലെങ്കിൽ എന്താവും? ഓവർ സ്റ്റേറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ അതായിരിക്കും പറയാം. നിങ്ങൾ എന്ത് പറയാം? നിങ്ങൾ പറയാം McAfee company have introduced a new sales and receivables system, and old and new system were not run in parallel after transferring data from the old system. Therefore, there can be chances of having omission or duplication of data in the opening balance, which will result in sales and receivables being understated or overstated. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? മാനേജ്മെന്റിനോട് റിക്വസ്റ്റ് ചെയ്യാം അത് ചെയ്തു നോക്കാൻ വേണ്ടി. അതല്ല, നമുക്കറിയേണ്ടത് ഓൾഡ് സിസ്റ്റത്തിൽ നിന്നുള്ള ഡേറ്റ ന്യൂ സിസ്റ്റത്തിലേക്ക് കറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ, ഓപ്പണിംഗ് ബാലൻസ് കറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്. ഓൾഡ് സിസ്റ്റം റൺ ചെയ്തിട്ട് അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് നോക്കിയാൽ യെസ്, നമ്മുടെ പുതിയ സിസ്റ്റം എടുക്കുക. പുതിയ സിസ്റ്റത്തിലെ സാമ്പിൾ ഓഫ് ഓപ്പണിംഗ് ബാലൻസ് എന്തുമായിട്ട് എഗ്രി ചെയ്യാൻ പറയാ? പഴയ സിസ്റ്റമായിട്ട് എഗ്രി ചെയ്യാൻ പറയാ. ഓപ്പണിംഗ് ബാലൻസ് കറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അവിടെ എന്താ പറയേണ്ടത്? അപ്പം എഗ്രി എ സാമ്പിൾ ഓഫ് ഡേറ്റ ഫ്രം ദ എഗ്രി എ സാമ്പിൾ ഓഫ് ഓപ്പണിംഗ് ബാലൻസ് ഫ്രം ദ ഓൾഡ് സിസ്റ്റം ടു ദ ന്യൂ സിസ്റ്റം ആൻഡ് ടു കൺഫേം പറഞ്ഞതിൽ തെറ്റുണ്ടേ. സാമ്പിൾ ഓഫ് ഓപ്പണിംഗ് ബാലൻസ് പുതിയ സിസ്റ്റത്തിനകത്ത് എങ്ങോട്ട് എഗ്രി ചെയ്യാൻ പറയണം? പഴയ സിസ്റ്റത്തിനെ ക്ലോസിംഗ് ബാലൻസിലേക്ക് എഗ്രി ചെയ്യാൻ പറയാം. എന്നിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന കംപ്ലീറ്റ്ലി ആണോ ആക്യുറേറ്റ്ലി ആണോ എന്ന് കൺഫേം ചെയ്യാൻ പറയാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയാ? എഗ്രി എ സാമ്പിൾ ഓഫ് opening balance from the new sales and receivables system to the closing balance of previous system Old in order to confirm whether the data have been transferred completely and accurately. Clear ayo? Clear ayo mokale? Okay. Yes. സാറേ, ഈ പാരലലി റൺ ചെയ്യേണ്ട ആകെ ഫസ്റ്റ് ടൈം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രമല്ല, കുറച്ച് നാളത്തേക്ക് അവരെന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോജിക്കലി ഇത്രയുള്ള നമുക്ക് ഓൾറെഡി ഒരു പഴയ സിസ്റ്റം ഉണ്ട്, അത് പ്രോപ്പർലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പുതിയ സിസ്റ്റത്തിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തു. നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ പഴയ സിസ്റ്റവും പുതിയ സിസ്റ്റവും ഒരുമിച്ച് ഓടിച്ച് നോക്കും. അപ്പോൾ രണ്ടിൻ്റെ ഔട്ട് കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത് നോക്കും. ഔട്ടിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അർത്ഥം നമ്മൾ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എന്താ എറർ വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? എന്നിട്ട് രണ്ടും പക്ക ഒരുമിച്ച് ഒരേ രീതിയിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമായിരിക്കും പഴയ സിസ്റ്റം നമ്മൾ മെല്ലെ കട്ട് ഷോട്ട് ചെയ്ത് വരിക. ക്ലിയർ ആയോ? നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു ഇത് കൊടുക്കാൻ പറ്റുമോ? ഏതാ? റെസ്പോൺസ് രണ്ടും ഇല്ല. പാരലൽ റൺ ചെയ്ത് അത് റെസ്പോൺസ് അല്ല, അതപ്പോൾ എന്താവും? റെക്കമെൻഡേഷൻ ആവും. മനസ്സിലായോ? ആ. ഇന്റേണൽ കൺട്രോളിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് അത് എഴുതാം. ഓർഡർ റിസ്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് അറിയേണ്ടത് എന്താ? ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ടാണോ, FSൽ കറക്റ്റ് ആയിട്ടാണോ വന്നേക്കുന്നതാണ് അറിയേണ്ടത്. മനസ്സിലായോ? ഇതാ നമ്മൾ കുറച്ച് മുന്നേ എക്സാമിനേഴ്സ് കമന്റിൽ പറഞ്ഞില്ലേ, നമുക്ക് ആ. ഡെഫിഷ്യൻസി എഴുതിയിട്ട് കൊടുക്കുന്ന റെക്കമെൻഡേഷനും നമ്മൾ ഓഡിറ്റ് റെസ്പോൺസ് എടുക്കുന്ന തമ്മിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ഓഡിറ്റ് റിസ്ക് എടുക്കുമ്പോൾ മാനേജ്മെന്റിനോട് എന്ത് ചെയ്യണം എന്നുള്ളതല്ല പറഞ്ഞു കൊടുക്കുന്നത്, ഓഡിറ്ററായി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഓക്കെ, ഇപ്പൊ നമ്മൾ റീകൺസിലേഷൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ റീകൺസിലേഷൻ ചെയ്യാൻ പറയൂല സാധാരണ. അതെന്തിനല്ല? അത് recommendation. റെക്കമെൻഡേഷൻ അല്ല. റീകൺസിലേഷൻ ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ഓഡിറ്റ് റെസ്പോൺസിൻ്റെ അകത്തും പറയാറുണ്ട്, അവർ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് റീകൺസിലേഷൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാ? റീകൺസിലേഷൻ ചെയ്തിട്ട് അവരെ ചെയ്ത് റീകൺസിലേഷൻ ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ആ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരിക. അല്ലാന്നുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ ആയിട്ട് എഴുതല്ലേ. The company has number of corporate customers who buy goods on 90 days credit terms, and level of receivables which are overdue for payment has increased from the prior year. However, finance director has said that she does not intend to make any further allowances for receivables, as overdue payments are becoming common in the industry. The payables ledger clerk has carried out supplier statement reconciliation during the year, and number of instances supplier statement have shown balance owing by the company, which is higher than balance on list of individual supplier balances. This differences has been included as a reconciling item at supplier
statement reconciliation by the payables ledger clerk, but no further work has been performed on these differences. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? നമ്മളോട് പറഞ്ഞു നമുക്ക് കുറേ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് 90 days ആണ് ക്രെഡിറ്റ് പീരീഡ് നമ്മൾ കൊടുക്കുന്നത്. ലെവൽ ഓഫ് റിസീവ്സ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഈ പ്രാവശ്യം എന്താണെന്ന് പറഞ്ഞു, കൂടുതലാണെന്ന് പറഞ്ഞു. ആൻഡ് ഫിനാൻസ് ഡയറക്ടർ പറയുന്നത് വേറെ ഫെർദർ അലവൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് ഭയങ്കര കോമൺ ആണ് ഇൻഡസ്ട്രിയിൽ എന്നാണ് പറയുന്നത്. ആൻഡ് പേയബിൾസ് ലെഡ്ജർ ക്ലർക്ക് സപ്ലൈ സ്റ്റേറ്റ്മെന്റിന്റെ റീകൺസിലേഷൻസ് നടത്തി എന്ന് പറഞ്ഞു. സപ്ലൈ സ്റ്റേറ്റ്മെന്റിൻ്റെ അകത്തുള്ള ബാലൻസുകൾ നമ്മുടെ ലിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ സപ്ലയർ ബാലൻസിനേക്കാളും പലപ്പോഴും കൂടുതലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഡിഫറൻസുകൾ ഇവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ, ഇവർ ജസ്റ്റ് സപ്ലൈ സ്റ്റേറ്റ്മെന്റ് റീകൺസിലേഷനകത്ത് തന്നെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. ആൻഡ് അതിന് മേലെ ഫെർദർ വർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല എന്ന് നമ്മളോട് പറഞ്ഞു. നമുക്കപ്പോൾ സിനാരിയോനെ ബേസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും? ഓവർഡ്യൂ റിസീവബിൾസ് ഉണ്ട്. ഓവർഡ്യൂ റിസീവബിൾസിന്റെ അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ? റിസീവബിൾസ് കളക്ഷൻ. ഓക്കെ, റിസീവ്സ് കളക്ഷൻ ഡേയ്സ് നമുക്ക് കണക്ട് ചെയ്യാം. റിസീവ്സ് കളക്ഷൻ ഡേയ്സ് എത്രയാന്ന് പറഞ്ഞേ? 101 അത് എത്രയായി? 149. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? ബാഡ് ഡെബ്റ്റ്സ് റൈറ്റ് ഡൗൺ ചെയ്യണം. ഓക്കെ, ബാഡ് ഡെബ്റ്റ്സ് റൈറ്റ് ഡൗൺ Allowances ചെയ്യണം. കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. Additional allowance create ചെയ്യണം. ഓക്കെ, എപ്പോഴും ഓർത്തോടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രൊവിഷൻ എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ടാണ് പ്രൊവിഷൻ. റിഡക്ഷൻ ഇൻ വാല്യൂ ഓഫ് അസറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ അലവൻസ് എന്ന് പറയാം. അപ്പം ഇൻവെന്ററിയുടെ കേസിലും റിസീവ്സിന്റെ കേസിലും ഒക്കെ അലവൻസ് എന്നുള്ള ടൈം യൂസ് ചെയ്യാവുള്ളൂ. ഔട്ട്ഫ്ലോ വരുന്ന ഏതെങ്കിലും കേസിൽ മാത്രമേ പ്രൊവിഷൻ എന്നുള്ള ടൈം യൂസ് ചെയ്യാവുള്ളേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് വേണം ക്രിയേറ്റ് ചെയ്യാൻ? അലവൻസസ് ഫോർ റിസീവ്സ് ഇൻക്രീസ് ചെയ്യണം. പക്ഷേ നമ്മളോട് അവർ ക്വസ്റ്റ്യൻ പറഞ്ഞു, അവർ എന്ത് ചെയ്യുന്നില്ല? അലവൻസസ് ഫോർ റിസീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക? റിസീവബിൾസ് റിസീവ്സ് ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും, അലവൻസസ് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. നിങ്ങൾ എന്ത് പറയാ? There are concerns about corporate customers as they there are some concerns about the corporate customer of McPay company as the receivables balance is overdue for payment, and in addition to which receivables days has been increased from 101 to 149 days, which represents bad and doubtful debts for the company. Therefore, McPay company should have either created further allowances for receivables or bad and doubtful debts should be write off from the financial statements. If not, എന്ത് പറ്റുമെന്ന് പറയാം? Receivables overstated. If the finance director is unwilling to make any further allowances for receivables, receivables will be overstated and allowances for receivables will be understated. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? Post year and cash receipts testing നടത്താം. Receivables ledger review ചെയ്യാം. ഓക്കെ, അവിടെ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? പ്രൈമറി ആയിട്ട് ഒരു പറയാം, ഡിസ്കസ് വിത്ത് ദ ഫിനാൻസ് ഡയറക്ടർ അബൌട്ട് any other rationale on the basis of which they haven't recognized additional allowances for receivables. An auditor should also perform extended post-year and cash receipts testing. പിന്നെ എന്തായിരുന്നു? As usual, Receivables ledger. Receivables ledger. and consider reviewing the age receivables ledger to understand adequacy of allowances for receivables. Clear ആയോ? ഓക്കെ, പിന്നെ വേറെന്താ ഇഷ്യൂ? Supply statement balance കറക്റ്റല്ല. അപ്പൊ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക? ഇൻഡിവിജ്വൽ സപ്ലയർ ബാലൻസസ് സപ്ലയർ സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ കുറവാ. അപ്പം പേബിൾ ഡേയ്സ് കുറയാനുള്ള റീസൺ അതാവും. ഓക്കെ, പേബിൾ ഡേയ്സ് അവരുടെ ഭയങ്കരമായിട്ടും കുറഞ്ഞു. 81 ഡേയ്സിൽ നിന്ന് എത്രയായത്? 64 days ആയി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്ന പോസിബിലിറ്റി എന്തായിരിക്കും? പോസിബിലിറ്റി എന്തായിരിക്കും? ഭയങ്കര സിമ്പിൾ. Payables understated ആയിട്ടത്. പേബിൾസ് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ പേർച്ചേസ് ആൻഡ് പേബിൾസ് അല്ലേ, എക്സ്പെൻസസും എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ഇവരുടെ പേബിൾസ് ലെഡ്ജർ ക്ലർക്ക് ഈ സപ്ലൈ സ്റ്റേറ്റ്മെന്റ് റീകൺസിലേഷൻ പെർഫോം ചെയ്ത സമയത്ത് സപ്ലൈയേഴ്സിന് എത്രയാണോ ബാലൻസ് ശരിക്കും കൊടുക്കാനുള്ളത്, സപ്ലൈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം കൊടുക്കാനുള്ളത്, അതേക്കാളും കുറച്ചാണ് കമ്പനി ഇവിടെ ചെയ്തേക്കുന്നത്. കമ്പനിയുടെ ഇൻഡിവിജ്വൽ സപ്ലയർ അക്കൗണ്ടിന്റെ ബാലൻസ് ആയിട്ട് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്തേക്കുന്നത്. പക്ഷെ അവരൊരു അഡ്ജസ്റ്റ്മെന്റും അതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടില്ല. ജസ്റ്റ് റീകൺസിലേഷനകത്ത് അത് എഴുതി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുന്ന സമയത്ത് പേബിൾസ് പീരീഡ് കഴിഞ്ഞ പ്രാവശ്യക്കാലം എന്ത് ചെയ്തു? ഈ പ്രാവശ്യം കുറഞ്ഞു, 81 നിന്ന് 64 ആയി. അപ്പോൾ അതിനർത്ഥം എന്തായിരിക്കും? കമ്പനി പേർച്ചേസ് ആൻഡ് പേബിൾസ് റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ പേർച്ചേസ് ആൻഡ് എക്സ്പെൻസസ് എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. ക്ലിയർ ആയോ?
Is it clear, everyone? Yes, sir. Okay, that's it. And അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ റെസ്പോൺസ് എന്തായിരിക്കും? അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസ്പോൺസ് എന്തായിരിക്കും? Year-end payables cut off test എഴുതി. ഇയർ ആൻഡ് പേബിൾസ് മേലെ കട്ട് ഓഫ് ടെസ്റ്റിംഗ് ചെയ്യാം. ഓക്കെ, ഫൈൻ. കൺഫർമേഷൻ സപ്ലൈസിന്റെ അടുത്ത് നിന്ന് വാങ്ങാൻ പറ്റും. കൺഫർമേഷൻ സപ്ലൈസിൻ്റെ അടുത്ത് വാങ്ങിക്കാം. എടാ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. കാരണം എന്താ, നമ്മൾ കൺഫർമേഷൻ സപ്ലൈൻ്റെ അടുത്ത് വാങ്ങിക്കാൻ പോകുന്നപ്പോഴാ നമുക്ക് എമൗണ്ട് എത്രയാണെന്ന് അറിയില്ലാത്തപ്പോഴാണ്. ശരിയല്ലേ? ഇവിടെ കൺഫർമേഷൻ പോലെ സപ്ലയർ എല്ലാ മാസവും അയച്ചു തരുന്നതാണ് എന്ത്, സപ്ലൈ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ സപ്ലൈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇവിടെ എന്താണ്, അത് കൂടുതലാണ്. സപ്ലൈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് അത്രയും ഇവർ എന്ത് ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ വീണ്ടും അപ്പോൾ ബാലൻസ് കൺഫേം ചെയ്യാനുള്ള കാര്യം ചെയ്യേണ്ട. പകരം നമുക്ക് ഇവിടെ എന്താ അറിയേണ്ടത്, റീകൺസിലേഷൻ ഇവർ അഡ്ജസ്റ്റ് ചെയ്യാത്താണ് നമ്മുടെ പ്രശ്നം. മനസ്സിലായോ? ബാലൻസ് ഒക്കെ ഇപ്പൊ നമുക്കറിയാം, ഇത്രയാണ് ശരിക്കും കൊടുക്കാനുള്ളത് നമുക്കറിയാം, ഇത്രയാണ് ഇവർ റെക്കോർഡ് ചെയ്തേക്കുന്നതെന്ന് അറിയാം. നമ്മുടെ പ്രോബ്ലം എന്താ, ഇവർ റീകൺസിലേഷൻ പെർഫോം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മെറ്റീരിയൽ ആണോ നോക്കിയിട്ട് ആ. മെറ്റീരിയൽ ആണെങ്കിൽ അവരുടെ അടുത്ത് റീകൺസിലേഷൻ പെർഫോം ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ റീകൺസിലേഷൻ റിവ്യൂ ചെയ്താ ഫൈൻ, അത്രേ ഉള്ളൂ. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താ, ഒരു ബാലൻസ് മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളതല്ല നമുക്ക് ഇവിടെ അറിയണം. മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് അവർ നമ്മളോട് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സപ്ലൈ സ്റ്റേറ്റ്മെന്റ് റീകൺസിലേഷൻ റിവ്യൂ ചെയ്യാൻ പറയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറയണം, ഫിനാൻസ് ഡയറക്ടറുമായിട്ട് അല്ലെങ്കിൽ ആ പേബിൾസ് ലെഡ്ജർ ക്ലർക്കുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം. എന്നിട്ട് ആ ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണ് നടത്താനായിട്ടുള്ളത് അത് അപ്രോപ്രിയറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയാം. അതിനുശേഷം ഓഡിറ്റ് ടീം അത് റിവ്യൂ ചെയ്യണം എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് പറയാ, റിവ്യൂ the supplier statement reconciliation performed by the payables ledger clerk and discuss with the team about the adjustment entries that need to be passed in relation to the supplier balances, and further review of reconciliation should be done by the auditor in order to confirm that the balances are appropriately adjusted in the financial statements. Clear ayo? Okay. അപ്പൊ എന്താ പറയണ്ടേ, ഈ സപ്ലൈ സ്റ്റേറ്റ്മെന്റ് റീകൺസിലേഷൻ പർച്ചേസ് ലെഡ്ജർ ക്ലർക്ക് പെർഫോം ചെയ്തേക്കുന്ന റിവ്യൂ ചെയ്യാൻ പറയാം. ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ് ഡിസ്കസ് ചെയ്തിട്ട് അത് അപ്രോപ്രിയറ്റ്ലി എഫ്എസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം. ആൻഡ് ഫോളോഡ് ബൈ ദാറ്റ് ഓഡിറ്റർ അത് റിവ്യൂ ചെയ്ത് അപ്രോപ്രിയറ്റ്ലി ആണ് ചെയ്തേക്കുന്നതെന്ന് കൺഫേം ചെയ്യാൻ പറയാം. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയോ? ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞ്, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആണോ? അല്ല, പറഞ്ഞു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അപ്പൊ അത് അപ്രോപ്രിയറ്റ്ലി ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അവർ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ട്രീറ്റ് ചെയ്യാൻ പറയാം, എന്നിട്ട് അത് അപ്രോപ്രിയറ്റ്ലി റിവ്യൂ ചെയ്തിട്ടുണ്ടോ നോക്കാൻ പറയാം. It has been discovered that soil relating to the batch of plants with a cost of 0.1 million is contaminated, meaning that these plants may not be able to be sold. Tests are currently being carried out to determine whether contamination can be remedied. The report to the management issued following the 2014 audit indicated a significant number of deficiencies noted in the payable cycle of the business. Para, എന്തൊക്കെ ഇഷ്യൂ ഉള്ളത്? ബാച്ച് ഓഫ് പ്ലാന്റ്സിന്റെ കോസ്റ്റിനെക്കാളും കുറവാണല്ലേ? ബാച്ച് ഓഫ് പ്ലാന്റ് കറന്റ് അവർ റെക്കോർഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു, 0.1 million ആണ് കോസ്റ്റിൽ കാണിച്ചേക്കുന്നത്. അത് കണ്ടാമിനേറ്റഡ് ആയി, അത് ഇനി എന്ത് ചെയ്യാൻ പറ്റൂല, വേറെ ആർക്കും വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആൻഡ് അവര് കറന്റ് അത് ശരിയാക്കിയിട്ട് എങ്ങനെ വിൽക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ വരാൻ പോകുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബേസിക് സ്റ്റാൻഡേർഡ് ഏതാ, IS2 ഇൻവെന്ററി ആണ്. അതുമായിട്ട് ബേസ് ചെയ്ത് ഏതെങ്കിലും വേറെ സ്റ്റാൻഡേർഡും കൂടെ മിക്സപ്പ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? വേറെ ഏതെങ്കിലും തന്നിരിക്കുന്ന റേഷ്യോസ് മിക്സപ്പ് ചെയ്യാൻ പറ്റുമോ? ഇൻവെന്ററി ഡേയ്സ് കൂടെ നമുക്ക് മിക്സപ്പ് ചെയ്യാം. ഇൻവെന്ററി ഡേയ്സ് എന്ത് ചെയ്തു, സിഗ്നിഫിക്കൻ്റ്ലി കൂടിയിട്ടുണ്ട് അല്ലേ. 28 days നിന്ന് 54 days ആയി. നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? സ്ലോ മൂവിങ് ഓർ ഒബ്സലേറ്റ് ഇൻവെന്ററി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് ആ 0.1 million കോസ്റ്റിൽ കാണിച്ചേക്കുന്ന ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്യണം, NRVO കോസ്റ്റ് വിച്ച് എവർ ഈസ് ലോവർ അത് റൈറ്റ് ഡൗൺ ചെയ്യണം. അത് ഓൾട്ടർനേറ്റീവ്ലി സെയിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യേണ്ടി വരും, റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. റിസ്ക് എന്തായിരിക്കും, ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് പറ്റും, ഇൻവെന്ററി എന്താവും, ഓവർ വാല്യൂഡ് ആവും. റിലേറ്റഡ് എക്സ്പെൻസസ് എന്തായിരിക്കും, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അത് വേണം പറയാൻ. നിങ്ങൾ എന്ത് പറയാം, the company's inventory holding period has been increased from 28 days to
54 days. In addition to that, a batch of plants at a cost of 0.1 million is contaminated, which may not be sold without a remedy. Therefore, it represents slow-moving and obsolete inventories in the warehouse. Therefore, as per IAS 2 inventory, all the inventory should be written down to the lower of cost or NRV. And for the batch of plants, if it cannot be sold to any alternative customers, then it should be completely written off from the financials. If not, inventory will be overstated. Clear ആയോ? Okay. ഇനി അവിടെ നമുക്ക് എടുക്കാൻ വരുന്ന റെസ്പോൺസ് എന്തായിരിക്കും? ഡീറ്റെയിൽഡ് NRV or കോസ്റ്റ് ടെസ്റ്റ് പെർഫോം ചെയ്യാം. Okay. ലൈൻ ബൈ ലൈനിലെ ഗുഡ്സ് Testing it to be undertaken to confirm whether the inventory have been recorded at lower of cost or NRV on line by line basis. അത് പറയാം. അഡീഷണലി നമ്മൾ സ്പെസിഫിക്കലി ബാച്ച് ഓഫ് പ്ലാന്റ്സിനെ കുറിച്ച് പറയണ്ടേ? അതേക്കുറിച്ച് ചെയ്യാൻ പറ്റിയതില്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യും. അത് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമുക്ക് പ്രൈമറിലി അറിയണം. അത് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ എന്ത് ചെയ്യാൻ പറ്റുക? ഇൻവെന്ററി റെക്കോർഡ്സിലെ പ്ലാൻ ബാച്ച് ഓഫ് പ്ലാൻസ് നോക്കും. ഇൻവെന്ററി റെക്കോർഡ്സിലെ വാല്യൂ ഓഫ് പ്ലാൻസ് നോക്കാൻ പറയാം. റിവ്യൂ ദ ഇൻവെന്ററി റെക്കോർഡ്സ് ടു കൺഫേം the value of plants to determine whether it have been written down to lower of cost or NAV. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫിനാൻസ് ഡയറക്ടർ ആയിട്ടോ കമ്പനിയുടെ അക്കൗണ്ടന്റ് ആയിട്ടോ ഡിസ്കസ് ചെയ്യാനായിട്ട് പറയാം. അവർ റൈറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. ക്ലിയർ ആയോ? എന്ന് പറഞ്ഞാൽ മതി ഡിസ്കസ് വിത്ത് ദ ഫിനാൻസ് ഡയറക്ടർ വെദർ ദേ ഹാവ് റിട്ടൺ ഡൗൺ ദ വാല്യൂ ഓഫ് കണ്ടാമിനേറ്റഡ് ബാച്ച് ഓഫ് പ്ലാന്റ്സ് ടു ദ ലോവർ ഓഫ് കോസ്റ്റ് ഓഫ് NAV. ക്ലിയർ ആയോ? Yes. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? പേറോളിന്റെ അതില്ല. പേറോളിനതുണ്ട്. എന്താ പ്രശ്നം? എന്താ പേറോളിനെ? എഫിഷ്യൻസീസ് ഉണ്ട്. പേറോളുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ സിഗ്നിഫിക്കന്റ് ഡെഫിഷ്യൻസീസ് ഉണ്ടെന്ന് പറഞ്ഞു. ശരിയല്ലേ? അത് Yes. ഈ ഡെഫിഷ്യൻസീസ് ഉണ്ടെന്നാണോ പറഞ്ഞേ? എങ്ങനെ? എപ്പോ ഡെഫിഷ്യൻസീസ് ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്? ഓക്കെ. അതായത് 2000. നമ്മുടെ ഈ വർഷം എന്ന് പറയുന്ന ഏതാ അവർ പറഞ്ഞേക്കുന്നത്? ഇത് 2014 കഥയെ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ പറഞ്ഞേക്കുന്നത് നമ്മളോട് ഇവിടെ പറഞ്ഞേക്കാൻ നോക്കി. നമ്മുടെ ഇയർ എൻഡ് എന്ന് പറയുന്നത് 31 ജൂലൈ 2015 മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇയർ എൻഡ് ഡേറ്റ് മാർക്ക് ചെയ്യണം എന്ന്. സോ കറന്റ് ഇറ്റ്സ് 31 ജൂലൈ 2015. ഈ പറഞ്ഞേക്കുന്ന ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്ന എപ്പോഴാണ്? 2014. അതായത് പ്രീവിയസ് ഇയർ ഓഡിറ്റിന്റെ സമയത്താണ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഈ പ്രാവശ്യം കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേബിൾസ് പേയ്മെന്റ്സ് അല്ല പേറോളിന്റെ മിസ്റ്റേക്ക് ഇടും. പെർഫെക്റ്റ്. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? പ്രീവിയസ് ഇയറിന്റെ ഓഡിറ്റിന് സമയത്ത് സെവറൽ ഡെഫിഷ്യൻസീസ് ഓഡിറ്റർ എന്ത് ചെയ്തിട്ടുണ്ടായി? ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓഡിറ്റർ എന്ത് ചെയ്തിട്ടുണ്ടാവും? റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇൻ കേസ് എങ്ങാനും ആഡിക്വേറ്റ് റെക്കമെൻഡേഷൻസ് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ പോകുന്ന പോസിബിലിറ്റി എന്തായിരിക്കും? ഡെഫിഷ്യൻസീസ് ഡെഫിഷ്യൻസീസ് ഇൻ പേറോൾ ഉണ്ടാവും. ആൻഡ് ഡെഫിഷ്യൻസീസ് ഇൻ പേറോൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും പോസിബിലിറ്റി ഉണ്ടാവുക? ആദ്യമേ നമ്മൾ എന്ത് പറയാ? ഡെഫിഷ്യൻസീസ് ഉണ്ടായി കഴിഞ്ഞാൽ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ടാവും, വിച്ച് മേ റിസൾട്ട് ഇൻ ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? നിങ്ങൾ പറയാ the auditor have identified and communicated multiple deficiencies in internal control system to management as part of the previous year audit. Therefore, adequate controls should have been implemented by the management to overcome the deficiencies. And if controls have not been appropriately implemented, there can be chances of having fraudulent transactions and errors, leading to high risk of material misstatements in the financial statements. Clear ayo? Relating to payroll balances. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം? മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം. എന്തൊക്കെയാണോ റെക്കമെൻഡേഷൻസ് പ്രീവിയസ് ഇയർ ഓഡിറ്റിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഫോളോഡ് ബൈ ദാറ്റ് എന്ത് ചെയ്യാനും പറയാം? ഓരോ കൺട്രോൾസ് ടെസ്റ്റ് ചെയ്യാനും. അതിന് നമ്മൾ എന്താ പറയാ? ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് പെർഫോം ചെയ്യാനും പറയാം. കൺട്രോൾസ് എഫിഷ്യന്റ് ആണോ എന്ന് അറിയാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ. നമ്മൾ അവിടെ എന്ത് വേണം പറഞ്ഞു വെക്കാൻ? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് മാക്പേ കമ്പനി വെദർ ദേ ഹാവ് ഇംപ്ലിമെന്റഡ് controls
control recommendations suggested by the previous year auditor and perform test of controls in order to understand the effectiveness of internal control system. Clear ആയോ? സാർ ഇതിൽ ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നതിന് പകരം ഫിനാൻസ് ഡയറക്ടർ തന്നെ പറയേണ്ടി വരില്ല, കാരണം നമ്മൾ ഡിസ്കഷൻ നടത്തിയത് ഫിനാൻസ് ഡയറക്ടർ ആയിട്ടില്ലേ? നമുക്കത് പറയാം, പക്ഷെ അതിനകത്തുള്ള കാര്യം എന്താ വെച്ചാൽ ഇന്റേണൽ കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ഡ്യൂട്ടി കംപ്ലീറ്റ്ലി ഉണ്ടാവുക ഫിനാൻസ് ഡയറക്ടർ മാത്രമല്ല, ഹോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. മനസ്സിലായോ? ഓക്കെ, അതുകൊണ്ടാണ് നമ്മളവിടെ മാനേജ്മെന്റ് എന്നുള്ള ടേം യൂസ് ചെയ്തത് കേട്ടോ. ഓക്കെ, അല്ല ഡയറക്ടേഴ്സ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്, സ്പെസിഫിക്കലി ഫിനാൻസ് എന്നുള്ള കാര്യം പറയാത്തത്. ഫിനാൻസ് ഡയറക്ടർ മെയിൻലി നോക്കുന്നത് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോർമലി കൂടുതൽ നോക്കുന്നുണ്ടാവുമായിരിക്കും ടോട്ടൽ ബോർഡ് ആയിരിക്കും. നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ടോട്ടൽ ബോർഡിനായിരിക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. ബോർഡ് റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുക്കും? ഓഡിറ്റ് കമ്മിറ്റിക്ക് കൊടുക്കും. ഓഡിറ്റ് കമ്മിറ്റി റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുക്കും? ഇന്റേണൽ ഓഡിറ്റേഴ്സിന് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് വേറെ ഏതെങ്കിലും റേഷ്യോ ഉണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇൻവെന്ററി ഡേയ്സ് യൂസ് ചെയ്തു, റിസീവ്സ് കളക്ഷൻ ഡേയ്സ് യൂസ് ചെയ്തു, പേബിൾസ് പേയ്മെന്റ് Gross പീരീഡ്. profit margin, operating profit margin. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ യൂസ് ചെയ്യാം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ യൂസ് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്താ ചെയ്തേക്കുന്നത് ഇവിടെ? Increase ആയി. ആണ് ചെയ്തേക്കുന്നത്. 44% എത്രയായി? 50% ആയി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്താ ചെയ്തേക്കുന്നത്? കുറയുവാണ് ചെയ്തേക്കുന്നത്. 4.6 1.8 ആയി. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന പ്രോബ്ലം എന്തായിരിക്കും? ഇവിടെ സിനാരിയോ Classification of expense. ഇവിടെ സിനാരിയോ നോക്കി നോക്കിയേ. സിനാരിയോയിൽ എന്താ കാണിച്ചേക്കുന്നത്? കമ്പനിയുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് കഴിഞ്ഞ വർഷത്തിനെ വെച്ച് നോക്കുമ്പോൾ എന്താ ചെയ്തേക്കുന്നത്? ഇവിടെ കുറയുവാണ്. ഓക്കെ, കുറഞ്ഞു. പക്ഷെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? സിഗ്നിഫിക്കന്റ്ലി കുറഞ്ഞു. അപ്പൊ അതിനർത്ഥം എന്താ? അവര് കോസ്റ്റ് ഓഫ് സെയിൽ കാണിക്കേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. എക്സാക്ട്ലി, Operating expenses കൂടിയിട്ടുണ്ടാവും അല്ലെ? കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോസിബിലിറ്റി തന്നെ. അപ്പൊ അതൊന്ന് സെന്റൻസ് ആക്കി പറഞ്ഞേ. ആദ്യം നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുക, ആദ്യം റേഷ്യോ ഇന്റർപ്രറ്റ് ചെയ്യുക. നിങ്ങൾ എന്താ പറയേണ്ടത്? The gross profit margin of MacPay company has increased from 44% to 50%. However, the operating profit margin has been decreased from 4.6% to 1.8%. ഇനി ബാക്കി പറയാം. Therefore, എന്താ നമ്മൾ പറയാം? There can be chances that expenses that need to cost of sales might have been misclassified into operating expenses, or there can also be chances of having omission in cost of sales as compared with that of the prior year, resulting in overstated operating expense and understated cost of sales. Clear ആയോ? ഓക്കെ, അവിടെ റെസ്പോൺസ് നിങ്ങൾക്ക് പല റെസ്പോൺസുകൾ പറയാം. എന്തൊക്കെയായിരിക്കും റെസ്പോൺസ് പറയാൻ പറ്റുക? എക്സ്പെൻസസിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കുക. Obtain the breakdown of expenses included within cost of sales and operating expenses, and review the split to confirm whether classification has been performed in accordance with relevant accounting standards. Clear ആയോ? Clear ആയോ? Yes, sir. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? വേറെ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യാം. കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിക്രീസ്. ഡിസ്കഷന്റെ പോയിന്റ് എപ്പോഴും പറയണമെന്നില്ല. നമുക്ക് ഡിസ്കഷന്റെ പോയിന്റ് സ്റ്റിൽ പറയാം. അത് വേറെ ഒന്നും കിട്ടിയില്ല മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ എന്താ, കഴിഞ്ഞ വർഷത്തിനെ വെച്ച് നോക്കുമ്പോൾ മിസ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവുന്നില്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ദാറ്റ്സ് ഇറ്റ്. നമുക്ക് കറന്റ് ഇയറിന്റെ ബ്രേക്ക് ഡൗൺ ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എടുക്കാൻ പറയാം. എന്നിട്ട് അത് എന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയാം? പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറയാം. എന്തെങ്കിലും മിസ് ക്ലാസിഫിക്കേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഒമിഷൻ ഉണ്ടോ കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് ദി പ്രയർ ഇയർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ അതെങ്ങനെയായിരിക്കും പറഞ്ഞു നോക്കേണ്ടത്? ഒബ്റ്റെയിൻ ദി ബ്രേക്ക് ഡൗൺ ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആൻഡ് കമ്പയർ വിത്ത് ദ പ്രീവിയസ് ഇയർ ടു അണ്ടർസ്റ്റാൻഡ് whether there is any misclassification or omission of expenses included within cost of sales and operating expenses. Clear ആയോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇൻ ടോട്ടൽ നമുക്ക് ഇവിടെ റിസ്ക് ഉള്ളത്. അപ്പൊ നമ്മൾ മൊത്തം എത്ര റിസ്ക് കണ്ടുപിടിച്ച്? 9 റിസ്ക് നമുക്ക് പിക്ക് ചെയ്തു. അതിന് എത്ര റിസ്ക് എഴുതേണ്ടത്? 7 റിസ്ക് എഴുതിയാൽ മതി. അപ്പം എനിവേ നമ്മുടെ അടുത്ത് എത്ര റിസ്ക് ആണ് ചോദിക്കുന്നത് അതിനേക്കാളും കൂടുതൽ സിനാരിയോക്കകത്ത് ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ സിനാരിയോക്കകത്തുനിന്ന് നമുക്ക് ഏതൊക്കെയാണ് റിസ്ക് വേണ്ടത് അത് ഓരോന്നും പിക്ക് ചെയ്യുക.
ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ റിസ്ക് എഴുതുന്ന സമയത്ത് എപ്പോഴും ആദ്യമേ ആലോചിച്ച് നോക്കണം. റിസ്ക് നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം ആലോചിച്ചാൽ പോരാ, റിസ്ക് അറിയാവുന്ന ആലോചിക്കണം, കറസ്പോണ്ടിങ്ങിന് എൻ്റെ റെസ്പോൺസ് എന്താണ് വേണ്ടത് അതും അറിയാവുന്ന ആലോചിക്കുക. അത് രണ്ടും ആലോചിച്ച് രണ്ടും പ്രോപ്പർലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ആൻസർ അത് എഴുതാവുള്ളൂ. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് പോയിന്റ് ചൂസ് ചെയ്യുക. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സെയിം ഓർഡറിൽ തന്നെ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന സെയിം ഓർഡറിൽ തന്നെ ആൻസർ എഴുതണം എന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഇല്ല. നമുക്ക് എല്ലാ ആൻസേഴ്സിനും സെയിം മാർക്ക് തന്നെയാണ് കിട്ടുക. സോ ഏത് ഓർഡറിൽ എഴുതി പോയാലും പ്രശ്നമില്ല. നിങ്ങൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ട് തോന്നുന്ന റിസ്കുകൾ മാത്രം എഴുതി പോയാൽ മതി. ബട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാക്ക് ആൻസർ നോക്കി കാണാണ്ട് പഠിക്കരുത്. ഓൺ വേർഡ്സ് തന്നെ എഴുതാൻ നോക്കുക, എങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എക്സാം റിസൾട്ട്സ് നള്ളിഫൈഡ് ആവും. അതുപോലെ തന്നെ നിങ്ങൾ ബാക്ക് ആൻസേഴ്സ് നോക്കരുത് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആൻസർ എങ്ങനെ കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റുക. ഒന്ന്, നമുക്ക് സ്റ്റാൻഡേർഡ്സിന് നോളജ് ഉണ്ടാവണം. രണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ പെർഫോമർ വെച്ച് തന്നെയാണ് എഴുതി പോകുന്നത് നോക്കുക. കറക്റ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസ്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ, ഐഡന്റിഫൈ ചെയ്തതിൻ്റെ അതിന് റിസ്ക് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതിനുശേഷം ഫോളോഡ് ബൈ ദാറ്റ് കറക്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയണം. അവിടെ എന്താണ് തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, വാട്ട് വെൻ റോങ് അല്ലെ വാട്ട് വിൽ ഗോ റോങ് എന്നുള്ള പറയാം. ഇമ്പാക്ട് ഓൺ എഫേഴ്സ് പറയണം. ഫോളോഡ് ബൈ ദാറ്റ് അതർ സൈഡിൽ എന്ത് പറയാം, പ്രൊസീജിയർ പറയണം. ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താ വേണ്ടതെന്നുള്ളത് പറയണം. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ആ റെസ്പോൺസ് പെർഫോം ചെയ്യുന്നത്, ആ പേർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ട് മാത്രമേ ആൻസേഴ്സ് എഴുതാവുള്ളൂ. ആൻഡ് എക്സാമിനർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയുന്ന കാര്യമാണ് പ്രാക്ടീസ് 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 മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആസ് പോസിബിൾ. നമ്മൾ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് അപ്രോച്ച് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എത്ര വട്ടം വെച്ചാൽ പ്രാക്ടീസ് ചെയ്ത് ഈച്ച് ക്വസ്റ്റ്യൻ എത്ര വട്ടം വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്? 3 times. So same as that ഇനിയുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെ ചെയ്യുക. വെൽ വി ഹാവ് കംപ്ലീറ്റഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ്, ബട്ട് സ്റ്റിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. മിനിമം 3 times വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അറിയാം 3 times വെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ കാണാണ്ട് പഠിക്കാനല്ല പറയുന്നത്. ആദ്യം സ്വന്തമായിട്ട് ആൻസർ എഴുതി നോക്കുക. ഡെഫിനറ്റ്ലി ദർ വിൽ ബി വെരി ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബാക്ക് ആൻസർ. രണ്ടാമത്തെ പ്രാവശ്യം ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക, വീണ്ടും എഴുതി നോക്കുക. ടേക്ക് എ ബ്രേക്ക് ആൻഡ് പ്രാക്ടീസ് ദ സെയിം ക്വസ്റ്റ്യൻ 1 more time ബിഫോർ എക്സാം. സോ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുക. കാരണം എന്താ, മാക്സിമം റിപ്പിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന വഴി നമുക്ക് അതിനകത്തുള്ള പോയിന്റ്സ് എല്ലാം പിക്ക് ചെയ്യാൻ പറ്റും. എനിവേ എക്സാമിന് 50% ഓഫ് പോയിന്റ്സ് എങ്കിലും കഴിഞ്ഞ ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ, ഐ ഹവ് ടേക്കൺ ഓവർ 120+ ബാച്ചസ് നൗ ആൻഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞ 8 yearsന് മേലെയായി ഞാൻ ഈ സെയിം പേപ്പർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 12 years അല്ലെങ്കിൽ 14 yearsന് മേലെയുള്ള ക്വസ്റ്റ്യൻസ് തൊട്ട് നമ്മൾ ചെയ്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും വി ഹാവ് നെവർ സീൻ എനി ഡിഫറൻസ് ഇൻ പാറ്റേൺ. എല്ലാ പ്രാവശ്യം വരുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് 50% അടുത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റീവ് ആയിട്ട് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സിനാരിയോ നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ച് നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് വേഗം വേഗം പിക്ക് ചെയ്ത് എഴുതി പോവാം. പക്ഷെ ഒരിക്കലും കാണാണ്ട് പഠിച്ച ആൻസേഴ്സ് എഴുതരുത്, ബാക്ക് ആൻസേഴ്സ് നോക്കി എഴുതരുത്. മാക്സിമം സിനാരിയോ സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതുക. ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള പേര്, ഫിഗേഴ്സ് ഒക്കെ ആൻസേഴ്സിൽ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴും ഓൺ വേർഡ്സിൽ തന്നെ ആൻസർ എഴുതാൻ നോക്കുക. എപ്പോൾ ഓൾ നമ്മുടെ പെർഫോമിങ് ഫോളോ ചെയ്ത് ആൻസർ എഴുതാൻ നോക്കുക. ക്ലിയർ അല്ലേ? സോ അപ്പോൾ എല്ലാവരും നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്റേണൽ കൺട്രോൾസിൻ്റെ ഏരിയാസ് ഏറ്റവും പ്രോപ്പർലി റിവൈസ് ചെയ്യുക. ഓൾ ദി 6 സിസ്റ്റംസും റിവൈസ് ചെയ്യണം. അതുപോലെ തന്നെ അഡീഷണലി വൺ മോർ തിങ്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡയറക്ട്ലി ഗൂഗിളിൽ എൻ്റെ പേര് സെർച്ച് ചെയ്ത് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന നോട്ട്സ് ആണ് റിസ്ക് ആൻഡ് റെസ്പോൺസ് പറയുന്നത്. ഇറ്റ്സ് എൻ ഓൾഡ് നോട്ട്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ബട്ട് അഗെയിൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒന്ന് മ്യൂട്ട് ചെയ്യണം എല്ലാവരും. അഗെയിൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഈ നോട്ട്സ് ബൈഹേർട്ട് ചെയ്യാൻ പാടില്ല. ഈ നോട്ട്സ് വായിച്ച് ജസ്റ്റ് കോമൺ ആയിട്ടുള്ള കുറച്ച് റിസ്ക് ആൻഡ് റെസ്പോൺസസ് മാത്രമാണിത്, ജനറൽ ആയിട്ടുള്ളത്. സോ സിമിലർ പോയിന്റ്സ് തന്നെ നമുക്ക് എക്സാമിന് റിപ്പീറ്റേഷൻ വരാറുണ്ട്. ബട്ട് ഒരിക്കലും ഇത് ബൈഹേർട്ട് ചെയ്തിട്ട് എഴുതരുത്, എക്സാം നള്ളിഫൈഡ് ആവും. വീണ്ടും ഞാൻ പറയുന്നു, എക്സാം നള്ളിഫൈഡ് ആവും. ഒരിക്കലും റിസ്ക് എടുക്കരുത്. ഓൺ വേർഡ്സ് മാത്രം എടുക്കുക ആൻഡ് ഓൺ വേർഡ്സ് മാത്രം ആൻസേഴ്സ് എഴുതുക. ആൻഡ് ആൻസേഴ്സ് എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ നോട്ട്സ് റെഫർ ചെയ്യാം ഇനീഷ്യലി പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ റെഗുലർ ക്ലാസ്സിലപ്പം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത നോട്ട്സ് ആയിരുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ നോട്ട്സ് തന്നെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. പ്രയർ റെക്കോർഡിങ്സ് വേണം അത് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് വരിക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നാളെ നമുക്കുള്ളത് മൊത്തം 6 സിസ്റ്റംസ് ആണുള്ളത് ഇന്റേണൽ കൺട്രോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ 6 സിസ്റ്റംസും എല്ലാവരും റിവൈസ് ചെയ്തിട്ട് വരണം. ഇന്റേണൽ കൺട്രോളിനെ ബേസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ആൻസേഴ്സ് എഴുതുന്നത് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ഡയറക്റ്റ് കൺട്രോൾസ് ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്, ഡെഫിഷ്യൻസി റെക്കമെൻഡേഷൻ, ഇതെല്ലാം കൂടി കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നാളെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഓൾ ദി 6 സിസ്റ്റംസ്, സെയിൽസ്, പർച്ചേസ്, പേറോള്, ഇൻവെന്ററി, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ്, ഈ 6 സിസ്റ്റംസും അതിന് റിലേറ്റഡ് കൺട്രോൾസും എന്തൊക്കെയാണോ വേണ്ടതെന്ന് നമ്മൾ പഠിച്ച് അത് പ്രോപ്പർലി റിവൈസ് ചെയ്ത് വരിക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇരുന്നിട്ട് ഏറ്റവും പ്രോപ്പറായിട്ട് ഓഡിറ്റ് റിസ്കിൻ്റെ ഏരിയ റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം ഇന്റേണൽ കൺട്രോൾ റിവൈസ് ചെയ്യുക. സോ ബൈ ദ എൻഡ് ഓഫ് ദിസ് 4 days റിവിഷൻ
നമുക്ക് എല്ലാം പഠിക്കാനുള്ളത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് പുതുതായിട്ട് പഠിക്കാനൊന്നും ഉണ്ടാവരുത്. ഡെയിലി ബേസിസിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രം ടൈം ആ ഒരു സമയത്ത് അലോക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത് പറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും പ്രോപ്പർലി ബാക്കിയുള്ള ഏരിയാസ് കവർ ചെയ്ത് വെക്കുക. ഓക്കെ, ഓൾറൈറ്റ്. സോ അപ്പോൾ എല്ലാവരും ഏറ്റവും പ്രോപ്പർലി പ്രിപ്പയർ ചെയ്തിട്ട് വരിക നാളത്തെ സെഷന് വേണ്ടിയിട്ട്. സോ താങ്ക് യു സോ മച്ച് എവറി വൺ. താങ്ക് യു. ബൈ.